السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ഒന്നരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് ഈ സീസണിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാരിയോ ജോസഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന, പഴയകാലത്ത് ഒരു 30 വർഷം മുന്നേ മുസ്ലിമായിരുന്ന ഒരു മനുഷ്യൻ അയാളുടേതായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യാനിസം സ്വീകരിക്കുകയും പിന്നീട് അവരുടെ ഇടയിൽ യാതൊരു മനസ്താപവുമില്ലാതെ പച്ചക്കള്ളം പറഞ്ഞ് കാര്യമായി ഇസ്ലാം മതത്തെക്കുറിച്ച് ബോധമോ വിജ്ഞാനമോ ഇല്ലാത്ത ക്രൈസ്തവ സഹോദരന്മാരെയും സഹോദരിമാരെയും പറ്റിച്ച് കാലങ്ങളായി അദ്ദേഹം ജീവിച്ചു വരുന്നതിനിടയിൽ വളരെ ഏറെ നീളമുള്ള, തീരെ തള്ളിമറിക്കുന്നതിന് സങ്കടമില്ലാത്തൊരു നാവും, അപ്രകാരം തന്നെ കള്ളം പറയുന്നതിന് യാതൊരുവിധ മനസ്സാക്ഷിക്കുത്തുമില്ലാത്ത ഒരു തലച്ചോറുമുണ്ടെങ്കിൽ എത്രയും കാലം ക്രൈസ്തവ സഹോദരന്മാരെ പറ്റിച്ച് ജീവിക്കാമെന്ന അദ്ദേഹത്തിൻ്റെ മോഹങ്ങളെ ക്രൈസ്തവ സഹോദരന്മാരിൽ പലരും തിരിച്ചറിഞ്ഞതിൻ്റെ ചില അനുരണനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിപരമായുള്ള ആരോപണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഒന്ന്, അവരുടെ ഇടയിൽ തടിച്ചു കൊഴുത്തുകൊണ്ടിരുന്ന അയാൾക്ക് ഇപ്പം എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. കൂടുതലായി ഞാനതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമതായി, അന്നു മുതൽ ഇതുവരെയും പ്രത്യേകിച്ച് ബറുദാടൻ എന്ന് പറയുന്ന ഒരു വളരെ ഫിത്തന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലുകാരൻ ഈ സീസണിൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം ഈ മാരിയോ ജോസഫിനെ നടത്തിയ ഇൻ്റർവ്യൂവിൽ പോലും അദ്ദേഹം പറഞ്ഞ അയാളുടെ മതം മാറാനുള്ള കാരണങ്ങൾ എന്ന രീതിയിലുള്ള ഖുർആനിനും ഹദീസിനും എതിരെയുള്ള പച്ചപ്പൊള്ളുകളും പച്ചക്കള്ളങ്ങളും, അതങ്ങനെ പറഞ്ഞാൽ പോലും തീരൂലത്. കാരണം തൻ്റെ മുന്നിലുള്ള ആളുകളെല്ലാവരും ഇസ്ലാമിനെ കുറിച്ച് സമ്പൂർണ്ണമായി അജ്ഞരാണ് എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ധൈര്യം. അതുകൊണ്ട് ഒരായത്തങ്ങനെ ഓതും, അതിനോടൊരു ബന്ധമില്ലാത്ത അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം വിട്ടത് എന്ന് അവരൊക്കെ സുഖിപ്പിച്ചുകൊണ്ട് അയാൾ പലയാവർത്തി ഇങ്ങനെ പ്രഖ്യാപിക്കും. അപ്പോൾ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ പോലും അയാൾ പറഞ്ഞ കുറേ ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങൾ സ്വാഭാവികമായും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ഈ പല രീതിയിൽ അത് പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അതേക്കുറിച്ച് സമയത്തിനനുസരിച്ച് കുറച്ച് വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. മൂന്നാമതായി, അയാൾ ഇതുവരെയും ആഘോഷിക്കപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. ലോകാടിസ്ഥാനത്തിൽ പോലും ഒരു ധാർമ്മികമായ പണ്ഡിതൻ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞ് ക്രൈസ്തവതയിലേക്ക് വന്നു എന്ന രീതിയിൽ അയാൾ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് പറക്കായിരുന്നു. ഇപ്പോൾ വ്യക്തിപരമായി അയാളിൽ നിന്ന് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായതോടുകൂടെ എത്ര പെട്ടെന്നാണ് അയാൾ തീവ്രവാദിയും ഭീകരവാദിയും മാരിയോ ജോസഫിൽ നിന്ന് പഴയ സുലൈമാനുമായത്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ അങ്ങനെ ബാധിച്ചിട്ടില്ലെങ്കിലും നിർണിതമായ ചില കോണുകളിൽ മതവിരുദ്ധത, ഇസ്ലാം വിരുദ്ധത, ഇസ്ലാം ഫോബിയ എത്രമേൽ സ്വാധീനിച്ചു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സുലൈമാൻ ഫാദർ, മാരിയോ ജോസഫ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന വിവാദങ്ങൾ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഏതാനും വാക്കുകളിൽ നമുക്ക് ഓരോന്ന് സംസാരിച്ചു പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കള്ളവും പൊള്ളും ഞാൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ പറയുമെന്ന് എന്നെ വിശ്വസിക്കുന്ന സദസ് പോലും ആശങ്കപ്പെടും, സംശയിക്കും. അത്രക്ക് പൊള്ളാണ് അയാൾ പറയുന്നത്. അപ്പം അതിലെ ചില ഭാഗങ്ങളൊക്കെ നിങ്ങളെ കേൾപ്പിക്കേണ്ടി വരും, എങ്കിലേ ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുള്ളൂ. കാരണം ഒരായത്തോതുന്നു, അതുമായി ഒരു ബന്ധമില്ലാത്ത വേറൊരർത്ഥം പറയുന്നു.
ഇത് രണ്ടുമായിട്ട് ബന്ധമില്ലാത്തൊരാശയം അയാൾ അതിൽ നിന്ന് നിർദ്ധരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ട് ക്രൈസ്തവതയെ പുൽകിയത് എന്ന് അയാൾ ബൈബിളും ഖുർആനും മറച്ചുവെച്ച് തെറ്റിദ്ധരിപ്പിച്ച് കള്ളം പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുമോ എന്ന് സംശയിക്കാൻ മാത്രം മാരകമാണ് അയാളുടെ പൊള്ളുകൾ. അതുകൊണ്ട് ചിലതൊക്കെ കേൾക്കേണ്ടി വരും, കേൾപ്പിക്കേണ്ടിയും വരും. അതിലൂടെ നമുക്ക് സമയം വേണ്ടതായിട്ടുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഇന്ന് ഈ വിവാദങ്ങൾ? രണ്ടു കൂട്ടരും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ സാജൻ സക്രിയ തന്നെയും അയാളുടെ മറുനാടൻ ചാനലിൽ പറഞ്ഞതുപോലെ സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഉണ്ടായി. കോടിക്കണക്കിന് ഡോളറുകൾ കുമിഞ്ഞുകൂടി. ചാരിറ്റി എന്നും പറഞ്ഞിട്ട്, വീട് നിർമ്മിക്കുന്നു എന്നും പറഞ്ഞിട്ട്, അതിന് ഉദാഹരണമാകും വിധം ചില വീടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഒരു തലത്തിലേക്ക് തന്നെ അയാൾ മാറേണ്ടി വരുന്നത് കുറേയൊക്കെ ആളുകൾക്ക് വെറുപ്പ് തുടങ്ങി. ഇസ്ലാം വിരോധം മാത്രം പറഞ്ഞ് പലപ്പോഴും അയാൾ പ്രകോപിപ്പിക്കും. ഞാൻ എത്ര കാലം ജീവിക്കുമെന്നറിയില്ല എന്ന രീതിയിൽ ഇപ്പോൾ പോലും ഉണ്ട്. ഈ ചാനലിലെ ചർച്ചയിൽ പോലും അയാൾ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സക്രിയ തന്നെ പറയുന്നത്, കേരളത്തിൽ 4-5 ചാനലുകളുണ്ട്, ഒക്കെ ഈ ക്രൈസ്തവ കാസ തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നതാണ്. അവരാണത് നടത്തിപ്പുകാർ. പക്ഷെ അവരൊക്കെ ദേശീയതയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞാണ് ഈ പരിപാടികൾ നടത്തുന്നത്. അങ്ങനെ ഒരേ സമയം അവർ പലരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ചാനലുകളിൽ പെടുന്ന ഒന്നിൽ അതിൻ്റെ നടത്തിപ്പുകാരൻ തന്നെ പറയുന്നത്, ഇയാൾ മുസ്ലിം തീവ്രവാദികളിൽ നിന്ന് ഇതുവരെയുള്ള ഭീഷണികൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ക്രൈസ്തവർ തന്നെയും അയാൾക്കെതിരെ തിരിഞ്ഞു എന്നാണ്. 30 വർഷമായി മാരിയ ജോസഫ് ഇസ്ലാം ഇട്ടിട്ട്. അയാളോടൊപ്പമുള്ള ചില ആളുകളുടെ പേര് അജ്മൽ എന്നാണ്, സുലൈഖ എന്നാണ്. ഇവരൊക്കെ മതം വിട്ടവരാണ്. അതേ പേരിൽ തന്നെ പ്രവർത്തിക്കുന്നു. സുലൈമാൻ ഫാദർ കുറച്ചുകൂടെ അവരുടെ ഇടയിലൂടെ ഇറങ്ങാനും അവരിൽ നിന്ന് കൂടുതൽ ലാഭം കൊയ്യാനും വേണ്ടി പേര് മാരിയ ജോസഫ് എന്നാക്കുന്നുണ്ട്. ആ പേരിലല്ലാതെ പ്രസിദ്ധരാകുന്ന സുലൈഖനെ പോലെയുള്ളവർ, അപ്രകാരം തന്നെ അജ്മലിനെ പോലെയുള്ളവർ ഇതുവരെ ഒരു ഭീഷണി നേരിട്ടിട്ടില്ല. അവരിപ്പോഴും ആ പേരിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാമിനെ വാതുറന്നാൽ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്ന ആരിഫ് ഹുസൈനെ പോലത്തവർ, മറ്റു പലരും ഞാൻ പേര് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അവരൊക്കെ സ്വതന്ത്രമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പറയണം, ഇസ്ലാം ഭയങ്കരമായ ഭീകരതയാണ്. അപ്പൊ ഇസ്ലാം തീവ്രവാദികളിൽ നിന്നുള്ളതെല്ലാം ഇയാൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ക്രൈസ്തവരും അയാൾക്കെതിരെ തിരിയുന്നു എന്ന് പറയുന്നിടത്ത് വലിയ പ്രശ്നമുണ്ട്. 30 വർഷം സ്വതന്ത്രമായി പ്രവർത്തിച്ചിട്ട് ഫിലോക്കാലിയ എന്ന് പറയുന്ന ചാരിറ്റി സംഘടന മുതൽ കോടിക്കണക്കിൻ്റെ രൂപയുടെ വ്യവഹാരങ്ങൾ നടത്തിയിട്ട് കേരളത്തിലുടനീളം, ഞാൻ പറഞ്ഞല്ലോ, പച്ചപ്പൊള്ളു മാത്രം പറഞ്ഞു നടന്നിട്ട് അയാൾക്കെതിരെ ഒരു ചെറിയ മണിക്കല്ല് പോലും മുസ്ലിം സൊസൈറ്റി എറിഞ്ഞിട്ടില്ല. കാരണം അവർക്കറിയാം എന്താണ് ഹക്ക് എന്നത്. ലഹറൽ ഹക്ക് വസഹഖൽ ബാത്തിൽ, സത്യം വ്യക്തമാണെന്ന് അവർക്കറിയാം. ഈ പറയുന്ന എല്ലാ ബാത്തുലുകളും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അസത്യമാണെന്നും അധർമ്മമാണെന്നും അവർക്കറിയാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ ഭൗതികമായ പ്രലോഭനങ്ങളിൽ കുടുങ്ങിയിട്ട്, ഈ സുലൈമാൻ ഫാദറിനെ കുറിച്ച് തന്നെ പറയുന്നത്, ഒരു ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ആശുപത്രിയിൽ അഡ്മിറ്റായി. ആ സീസണിൽ അവിടെയുള്ള ചില സഹോദരിമാരെ പരിചയപ്പെട്ടു. അവരുമായുള്ള ബന്ധത്തിന്റെ ഭാഗമായി അദ്ദേഹം പിന്നീട് ഈ പറയുന്ന ലെവലിലേക്കൊക്കെ എത്തിപ്പെട്ടു എന്നാണ്. അത് അദ്ദേഹത്തെ പഠിപ്പിച്ച ഉസ്താദുമാർ പോലും പറയുന്നുണ്ട്. പച്ചക്കള്ളം എന്ന രീതിയിൽ ഇയാൾ പറയുന്ന എല്ലാം എത്രമേൽ വാസ്തവ വിരുദ്ധമാണെന്ന് ഞാൻ ദാരിമിയാണ് എന്ന് പ്രസംഗിക്കുന്നിടത്ത് വരെയുമുണ്ട്. അയാൾ 2 കൊല്ലം കൂടി പഠിച്ചാലേ ദാരിമിയാവുമായിരുന്നുള്ളൂ. ഈ കള്ളം പറയുന്നത് കൊണ്ടും അവിടെ തന്നെ പലരുടെയും ഇടയിൽ ഫിത്ന ഉണ്ടാക്കുന്നത് കൊണ്ടും അന്ന് ആ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ് ഇദ്ദേഹം. അന്നും ഇതായിരുന്നു പ്രശ്നം. അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ പിന്നീട് അയാളുടെ സഹപ്രവർത്തകരും സഹപാഠികളും വെളിപ്പെടുത്തിയത് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. എന്നാലും ആഘോഷിക്കപ്പെട്ടു. അയാൾ 18-ാം വയസ്സിൽ ഖത്തീബായി എന്നാണ് പറയുന്നത്. അയാൾ ആദ്യകാലത്ത് ഇറങ്ങിയ ഒരു വീഡിയോ, അന്ന് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ. 18-ാം വയസ്സിൽ ഖത്തീബായി. 8-ാം വയസ്സിൽ അയാൾ ദാറുസ്സലാം കോളേജിൽ പ്രവേശനം നേടി. സാധാരണ രീതിയിൽ 8-ാം വയസ്സിൽ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും ഒക്കെ ആയിരിക്കും. അയാൾ അന്ന് ദാരിമിയാവാൻ വേണ്ടിയിട്ട് കിതാബൊക്കെ ഓതി തികഞ്ഞ് മുത്തവല്ലിന് വേണ്ടി പ്രവേശനം നേടി എന്നാണ് പറയുന്നത്. കുറേ അച്ചായത്തിമാരെ നിർത്തിയിട്ട് അയാളുടെ ഒരു പഴയ പ്രഭാഷണം ഉണ്ട്. അത് ഓർക്കുമ്പോഴേക്ക് ചിരി വരും. അവിടെ ഞാൻ എന്തായിരുന്നു പഠിച്ചത്? ഖുർആൻ, സുന്നത്ത്,
ഖിയാസ്, ഇജ്മാ. ഈ കോളേജും അവിടുത്തെ സിലബസും പരിചയമുള്ള ആളുകൾക്ക് ചിരിച്ച് വൈകുന്നേരം വരെ ചിരിക്കാനുള്ള ഒരു വിഭവമാണിത്. അവിടെ മൂപ്പര് പഠിച്ചിരുന്നത് ഖുർആൻ ഓക്കെ ആയിരിക്കും, സുന്നത്ത് ഓക്കെ ആയിരിക്കും. ഇതേ തലത്തിൽ അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇജ്മാ എന്ന് പറഞ്ഞൊരു കിതാബും അതേമാതിരി ഖിയാസ് എന്ന് പറഞ്ഞൊരു കിതാബും. അങ്ങനെ ഭൂലോകത്ത് കിതാബ് തന്നെയല്ലേ. അപ്പൊ ഇവരെ എങ്ങനെ പ്രലോഭിപ്പിക്കാൻ പറ്റും? അങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമായിരുന്നു അയാൾ നടത്തിയത്. വലിയ തർക്കമല്ലേ? പക്ഷെ അവസാനം വെച്ച് സ്വന്തം മടി വന്നപ്പോഴും അവരുടെ സമൂഹം തിരിച്ചറിഞ്ഞപ്പോഴും ഭാര്യ പോലും കേസ് കൊടുത്തപ്പോഴും ഭാര്യ പോലും പല സ്വകാര്യങ്ങളും വെളിപ്പെടുത്തിയപ്പോഴും അയാൾക്ക് പറയാനുള്ളത് തീവ്രവാദി മുസ്ലിം തന്നെയാണ്. അയാളുടെ നയം വിശദീകരിക്കാൻ വേണ്ടി അയാളുടെ സംഘത്തിലെ എന്ന് വെച്ചാൽ അയാളുടെ ഓഫീസിലെ കുറേ ആളുകളൊക്കെ വലതും ഇടതും ഇരുത്തിയിട്ട് ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. എന്നിട്ട് അയാൾ അവിടെ ദേവസ്യ എന്ന് പറയുന്ന സുലൈഖ എന്ന് പറയുന്ന ആളുടെ ഭർത്താവ്, അയാളൊരു അധ്യാപകനാണെന്നാണ് പറയുന്നത്. കുറേ ആരോപണങ്ങൾ പറയുന്നുണ്ട്. അയാൾക്ക് മകൻ മരിച്ചതിന്, ആക്സിഡന്റ് പറ്റി മരിച്ചതിൻ്റെ ഇൻഷുറൻസ് ആയിട്ട് കിട്ടിയ 15 ലക്ഷം ജിജി മാരിയോ എന്ന് പറയുന്നപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയ അയാളുടെ ഭാര്യ കട്ടെടുത്തു, തട്ടിയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ അവരുടെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് നമ്മൾ വല്ലാതെ കയറുന്നില്ല. ഈ ദേവസ്യയോട് ഈ സുലൈമാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മാരിയോ ജോസഫ് എന്ന് പറയുന്ന ചങ്ങാതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മുസ്ലിമാണോ തീവ്രവാദിയാണോ? എന്ത് വൃത്തികെട്ട ചോദ്യമാണത്. നിങ്ങൾ മുസ്ലിമാണോ തീവ്രവാദിയാണോ? മുസ്ലിമാണെങ്കിൽ തീവ്രവാദി ആയിരിക്കണമെന്ന് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റ് വീണതല്ലോ കിടക്കുന്നു ധരണിയില്ലെന്ന് കവി പാടിയതുപോലെ വീണ് കിടക്കുകയാണ്. ഈ അജ്മലുമായുള്ള ലൈംഗിക ആരോപണങ്ങൾ ജിജി പറയുന്നുണ്ട്. സ്വന്തം മകളെയും ഭാര്യയെയും അടിച്ചോടിച്ചതും നിങ്ങൾ ചത്താ പോലും കുഴപ്പമില്ല എന്ന് മകളോട് പറഞ്ഞതും ജിജി പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ലഭ്യമാണ്. പിന്നെ സാമ്പത്തികമായി വലിയ തിരിമറികൾ നടത്തി എന്ന് പറയുന്നുണ്ട്. കോടികൾ വിദേശത്തു നിന്ന് ഫണ്ട് വന്നിട്ടും അത് സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തി എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോഴും സമൂഹമധ്യ മാനം കെട്ട് നിൽക്കുമ്പോഴും ദേവസ്യയോട് ഇയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ മുസ്ലിമാണോ തീവ്രവാദിയാണോ ഭീകരനാണോ? ഇതെന്തിനാണ് എന്ന് സാധാരണ ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. എന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് കേൾക്കാൻ ഇഷ്ടമുള്ള കുറേ ആളുകളെ സുഖിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഈ വിഭാഗം ആളുകളൊക്കെയും ലക്ഷ്യമാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അവര് പരസ്പരം നടത്തുന്ന ആരോപണങ്ങൾ കൂടുതൽ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അതിസാഹസ് മലിനമാവാൻ മാത്രം മാരകമാണ്. എന്തായാലും രണ്ടുപേരും നന്നായിട്ട് അത് മുതലെടുപ്പ് നടത്തി വിശ്വാസികളെ പറ്റിച്ചു എന്നതിൽ ദൂരെ നിന്ന് കേൾക്കുന്ന ഗാലറിയിൽ നിന്ന് കളി കാണുന്ന ആർക്കും ഒരു സംശയമില്ല. രണ്ടുപേരും അവരവരുടേതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് വിശ്വാസി സമൂഹത്തെ പറ്റിച്ചിട്ടുണ്ട്, നന്നായിട്ട് പണം സ്വരൂകൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് പരസ്പരം തല്ലുകൂടി ടി-വിയുടെ സ്റ്റാൻഡൊക്കെ എടുത്ത് അടിച്ച് കൈ കടിച്ച് പറിച്ച് നിലത്തിട്ട് വലിച്ച് 70,000 രൂപയുടെ ഫോൺ അടിച്ചു പൊട്ടിച്ചിട്ടൊക്കെ മാതൃകാ ദമ്പതികളായി സ്നേഹം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവർ ഇതുവരെയും ചെയ്തത് സ്റ്റേജിൽ വെച്ച് കിസ്സെടുത്തും കെട്ടിപ്പിടിച്ചും ഞങ്ങൾ മാതൃകാ ദമ്പതികളാണേ എന്ന് തെളിയിക്കാനുള്ള ശ്രമമായിരുന്നു. ആ ഒരു കൗൺസിലിംഗ് പിന്നെ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ പരിപാടിയിലേക്ക് ഏതാനും വർഷം മുന്നേ ഇവർ മാറേണ്ടി വന്നതുപോലും ഈ പൊള്ളു പറഞ്ഞ് ഇസ്ലാം വിരുദ്ധത പറഞ്ഞിങ്ങനെ കുറേ നടന്നപ്പോൾ ഒരു ചടപ്പ് വന്നിട്ടാണ്. അത് കേൾക്കണത് തന്നെ കേട്ടതുകൊണ്ട് ആളുകൾക്ക് അതിലൊരു താല്പര്യം കുറഞ്ഞു വന്നപ്പോഴാണ്. എന്നിട്ട് മാതൃകാ ദമ്പതികളായി സ്റ്റേജിൽ വന്ന് കെട്ടിപ്പിടിച്ച ആളുകളാണ് ചെറിയൊരു പ്രകോപനം ഉണ്ടായപ്പോഴേക്ക് അടിച്ച് തലമുറിച്ച് കടിച്ച് കൈ പറിച്ച് നിലത്തിട്ട് വലിച്ചിഴച്ച് അവസാനം 70,000 രൂപയുടെ ഈ ഫോണൊക്കെ അടിച്ച് പൊളിച്ചിട്ട് കേസും വിവാദങ്ങളുമായി മുന്നോട്ട് പോണത്. അതവരുടെ കാര്യമാണ്. ബൈബിളിലെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിന്റെ 41-42 വാക്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ആ ഒരു സെഷനിൽ നിന്ന് നാം പോവുകയാണ്. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ഉൾക്കൊള്ളണം, അങ്ങോട്ടും ഇങ്ങോട്ടും ദമ്പതികൾ വിട്ടുവീഴ്ച ചെയ്യണം, എന്ത് പ്രകോപനുണ്ടെങ്കിലും രണ്ടുപേരും ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നവരോട് ബൈബിള് ചോദിക്കുകയാണ്. എന്നിട്ട് തല്ലുകൂടി തല പൊളിക്കുന്നവരോടും കേസുമായി വിവാദം സൃഷ്ടിക്കുന്നവരോടും ബൈബിള് ചോദിക്കുക, നിന്റെ കണ്ണിലുള്ള തടിക്കഷ്ണം കാണാതെ എങ്ങനെയാണ് നീ അന്യൻ്റെ കണ്ണിലുള്ള കരട് കാണുക?
സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കുക സഹോദരാ, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? സ്വന്തം കണ്ണിൽ നല്ലൊരു മരക്കഷ്ണുണ്ട്, എന്നിട്ട് മറ്റവനോട് പറയാൻ നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു തരട്ടോ എന്ന്. ഇതാണ് ചെയ്യണത്. നിങ്ങൾ സ്നേഹിക്കണം, ദമ്പതികൾ വിട്ടുവീഴ്ച ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടണം, ആരും പ്രകോപിതരാവരുത്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് വഴിപ്പെടണം, ഭർത്താവ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വഴുത് പറയുന്നവരോട് ചോദിക്കുക, കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റിയിട്ട് പോരെ മറ്റുള്ളവരുടെ കരട് നീക്കൽ. എന്നിട്ട് നല്ലൊരു പ്രയോഗം നടത്തുന്നുണ്ട് ബൈബിൾ. കപട നാട്യക്കാരാ, കാപ്പട്ടിയാണ്, എന്നിട്ട് നല്ലവനായി നടിച്ചുകൊണ്ടിരിക്കുകയാണ്. കപട നാട്ടിക്കാര, ആദ്യമായി നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും. കാരണം കണ്ണിൽ വലിയ തടിക്കഷ്ണം ഉണ്ടെങ്കിൽ പിന്നെ കാണാൻ കഴിയില്ല, അതെടുത്തു മാറ്റുക. എന്നാൽ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണാൻ മാത്രം നിന്റെ കാഴ്ച തെളിയും. ഈ ഒരു വാക്യം മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് അയാളുടെ മതം മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ അന്നു മുതൽ ഇതുവരെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. വിസ്തരിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദിവസങ്ങൾ വേണ്ടി വരും. അതിലൂടെ ഹ്രസ്വമായ രീതിയിൽ ഒന്ന് ചർച്ച കൊണ്ടുപോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് രണ്ടാമതായി നമ്മൾ വിശദീകരിക്കണമെന്ന് പറഞ്ഞത്. അയാൾ പലപ്പോഴും ഈ കേൾക്കുന്ന അച്ചായന്മാരുടെ ആർദ്രത പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് വാചാലമായി കുറേ സിമ്പതി സൃഷ്ടിക്കും. അതിൽപ്പെട്ട ഒന്നാണ്, അയാൾ ഗർഭസ്ഥ ശിശുവായിരിക്കെ ആ ഗർഭം അബോർഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ കൽപ്പിച്ചു. അങ്ങനെ അതിനുവേണ്ടി അഡ്മിറ്റ് ചെയ്തു. അവിടെ വെച്ചിട്ട് എൻ്റെ ഉമ്മ നേർച്ച നേർന്നിട്ട് എന്നെ ഒരു 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 ദൈവിക മാർഗത്തിലാക്കാമെന്ന് നേർച്ച നേർന്നിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ പ്രസവിക്കപ്പെട്ടയാളാണ് ഞാൻ എന്ന്. അയാളുടെ വാപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മയും സഹോദരന്മാരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ആ ഉമ്മയുടെ ജീവിതത്തിൽ ഇല്ലേ ഇല്ല എന്നതിന് സാക്ഷ്യം അയാളുടെ സഹോദരന്മാരും ഉമ്മയും തന്നെയാണ്. പക്ഷെ ആരത് അന്വേഷിക്കാൻ പോകുന്നു? ആ ഒരു ധൈര്യത്തിന് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ ഇടയിൽ സിമ്പതി കിട്ടാൻ. അപ്പം അയാളങ്ങനെ നേർച്ചക്കുട്ടിയായിരുന്നു. അങ്ങനെ അയാൾ നേർച്ചയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ദൈവക്കുട്ടിയായി ദൈവദാസനായി മാറി എന്നാണ് പറയാൻ പോണത്. സ്വന്തം മാതാവിനെ കുറിച്ച് ഗർഭസ്ഥകാലത്തുള്ള കള്ളം പോലും, ആ ഗർഭസ്ഥ സംഭവം ആ കാലം വിശദീകരിക്കുന്നിടത്ത് പോലും പച്ചക്കള്ളം പറയുക എന്നതിന് അയാൾക്ക് നിർലജ്ജം, യാതൊരു മനസ്താപവും ഇല്ല. ഇതാണ് അയാളുടെ ഏറ്റവും വലിയൊരു ആയുധം. ഇവിടുന്നാണ് തുടങ്ങണം അയാളുടെ കഥ. വയനാട്ടുകാരനാണ്, നമുക്കറിയാം. അയാള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചു കാലം കിതാബൊക്കെ ഓതി പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്ദി ദാറുസലാമിലേക്ക് അയാൾ ഡിഗ്രി എടുക്കാൻ പോയിട്ടുണ്ട്. ഡിഗ്രി എടുക്കുന്നതിൻ്റെ 2 വർഷം മുന്നേ സ്വന്തം പ്രവർത്തന ഫലമായി കയ്യിലിരിപ്പ് കൊണ്ട് അവിടുന്ന് പുറത്താകേണ്ടിയും വന്നിട്ടുണ്ട്. ഇദ്ദേഹം പുറത്താവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാരണങ്ങൾ അയാൾ പലയിടങ്ങളിൽ പറയുന്നത്, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു മനുഷ്യരൊക്കെ വിളിക്കുന്നത് അടിമകളെ 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 എന്നാണ്. എന്നാൽ യോഹന്നാൻ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനത്തിൽ യേശുവിനെ വിശ്വസിച്ചവർക്ക് മക്കളാവാനുള്ള യോഗ്യതയുണ്ടായി എന്ന് പറയുന്നുണ്ട്. മക്കളാവുന്നതാണ്. അപ്പം എന്നെ മോനെ എന്ന് വിളിക്കുന്ന ദൈവത്തെയാണ് എനിക്കിഷ്ടം, അടിമേ എന്ന് വിളിക്കുന്ന ദൈവത്തെ അല്ല എന്നാണ്. ഈ ഒരു സംഗതി പറയാൻ വേണ്ടി അയാൾ പരിശുദ്ധ ഖുർആനിൽ വരുത്തുന്ന കൈക്രിയകൾ കേട്ടാൽ നമ്മൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും. ഇതുമായി ഒരു ബന്ധമില്ലാത്ത ആയത്തുകൾ പോലും അയാൾ എത്ര മോശമായ രീതിയിലാണ് കോട്ടിമാട്ടുന്നതെന്നറിയാമോ? ഞാനൊരു ഭാഗം മാത്രം കേൾപ്പിക്കട്ടെ, കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. അത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാനത് വെറുതെ പറയായിരിക്കും. കാരണം അത്രക്ക് ഖുർആനുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമാണ് അയാൾ പറയുന്നത്. അച്ഛൻ വന്നിട്ടൊരു വചനം വായിച്ച് അതിന് വ്യാഖ്യാനം കൊടുത്തു. ആ വ്യാഖ്യാനം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം മുസ്ലിമീങ്ങളുടെ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളിലും അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഓ മനുഷ്യരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടിമകളാണ്, ഞാൻ നിങ്ങളുടെ യജമാനനാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. ഇയാൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്ത് അൽ ഫുർഖാനിന്റെ അല്ലെ പ്രസിദ്ധമായ ആ ഭാഗം, വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഇതാണ് അയാൾ ഓതുന്നത്. അയാൾ തുടങ്ങണ എന്താ അറിയോ? മുസ്ലിങ്ങളുടെ പരിശുദ്ധ ഖുർആനിലെ എല്ലാ അധ്യായത്തിലും ഇതുണ്ട് എന്നാണ്.
25-ാം അധ്യായം അൽ ഫുർഖാനിൽ മാത്രമുള്ള ഒരു പ്രയോഗമാണിത്. നിങ്ങൾ കേട്ടു, മുസ്ലിങ്ങളുടെ ഖുർആനിലെ എല്ലാ അധ്യായത്തിലും അള്ളാഹു പറയുന്നത് ഇതാണെന്നാണ്. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന. എന്നിട്ട് അയാൾ പറഞ്ഞ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മനുഷ്യരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടിമകളാണ്, ഞാൻ നിങ്ങളുടെ ഉടമയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നു. വഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബിൻ്റെ അടിയാറുകൾ. അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിലൂടെ വിനയത്തിലൂടെ സഞ്ചരിക്കുന്നവരാകുന്നു എന്നാണ് ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. ആർക്കും പരിശോധിക്കാലോ. ക്രൈസ്തവർ പോലും നിർമ്മിച്ച ഖുർആൻ പരിഭാഷകളുണ്ടല്ലോ. വഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിയാറുകൾ. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിലൂടെ അവർ വിനയത്തോടുകൂടെയാണ് സഞ്ചരിക്കുക. ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ഉദാഹരണം, ഉപമ. അത് കുറച്ചുകൂടെ ഖുർആൻ മറ്റു വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അടിയാറുകൾ വളരെയേറെ ഭക്തിയോടുകൂടെ, വിനയത്തോടുകൂടെ, ആർദ്രതയോടുകൂടെയാണ് ജീവിക്കുക എന്ന ഖുർആനിലെ ഈ ഒരു പരാമർശം ഇതിലാർക്കും സംശയമുള്ള ഒരു വാക്കൊന്നുമല്ല. ഞാൻ സൂചിപ്പിച്ചു, ക്രൈസ്തവർ പോലും രചിച്ച ഖുർആൻ പരിഭാഷകളുണ്ട് എന്ന്. ക്രൈസ്തവർ പോലും രചിച്ച ഖുർആൻ പരിഭാഷകളുണ്ട്. വഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിയാറുകൾ. അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിലൂടെ അവർ വിനയത്തോടുകൂടെ സഞ്ചരിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം. ഈ മനുഷ്യൻ എത്ര മാരകമായ രീതിയിലാണ് ഈ ആയത്ത് പച്ചയ്ക്ക് നുണ പറഞ്ഞു കൂട്ടിമാട്ടുന്നത്. അയാൾ പറഞ്ഞ അർത്ഥം എന്താ? മനുഷ്യരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടിമകളാണ്, ഞാൻ നിങ്ങളുടെ ഉടമയാണ്, നിങ്ങൾ എന്നെ വഴിപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഇതും ഈ ആയത്തും തമ്മിൽ ഏതെങ്കിലും തലത്തിലൊരു ബന്ധമുണ്ടോ? ഒന്ന്. രണ്ടാമതായി, മുസ്ലിങ്ങളുടെ ഖുർആനിലെ എല്ലാ അധ്യായത്തിലും ഈ ഒരു ആയത്തുണ്ട് എന്നാണ് ഇയാൾ പറയണത്. സൂറത്തുൽ ഫുർഖാനിലല്ലാതെ അങ്ങനത്തെ ഒരു ആയത്ത് കാണിച്ചു തരാൻ മരിയ ജോസഫിനല്ല, ഭൂലോകത്തുള്ള ഒരു ക്രൈസ്തവ പ്രബോധകനും സാധ്യമല്ല. പുതിയ കാലമായപ്പോഴേക്ക് അയാൾ കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പം അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഖുർആനിൽ കുറേ ഗുലാം എന്നാണ്. യോഹന്നാൻ 1:12 യേശുവിനെ സ്വീകരിക്കുന്നവർക്ക്, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകാൻ കൃപ കൊടുത്തു. അതാണ് ആദ്യം എന്നെ മുട്ടുകുത്തിച്ചത്. കാരണം ഖുർആനിലെല്ലാം ഗുലാം എന്ന് വെച്ചാൽ ഗുലാം എന്ന് പറഞ്ഞ അടിമ. മനുഷ്യരെല്ലാം ദൈവത്തിന്റെ അടിമകളാണ്, ദൈവം ഏകനാണ്. ബൈബിളിൽ വന്നപ്പോഴേക്കും യേശുവിനെ സ്വീകരിച്ചാൽ ഞാൻ ദൈവത്തിന്റെ മോനെ. ഇതാണ് അയാൾ ആദ്യം, അതായത് യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് മക്കളാവാനുള്ള കൃപ കൊടുത്തു. ഇതാണ് ആദ്യം അയാളെ സ്വാധീനിച്ചത്. വേറെ പ്രസംഗത്തിൽ ഇതല്ല ആദ്യം സ്വാധീനിച്ചത്, വേറെ ചിലതാണ്, ഞാനത് പറയും. വേറെ പ്രസംഗത്തിൽ അതുമല്ല, വേറൊന്നാണ് സ്വാധീനിച്ചത്. അങ്ങനെ എവിടെ ചെല്ലുന്നോ അവിടെയൊക്കെ ആളാവാൻ വേണ്ടിയും ഈ ഇസ്ലാമിനെ കുറിച്ച് കാര്യമായി വിവരമൊന്നുമില്ലാത്ത ഈ അച്ചായന്മാരെ അച്ചായത്തിമാരെ ഇങ്ങനെ സന്തോഷിപ്പിച്ചിട്ട് കാര്യം നേടാനുള്ള ശ്രമമാണ് ഇയാൾ ഇതുവരെയും നടത്തിയത്. അത് അച്ചായന്മാർ തിരിച്ചറിഞ്ഞു എന്നതാണ് ഇന്ന് കാണുന്ന പ്രശ്നം. ഇപ്പം ഇയാൾ പറയുന്നു, ഖുർആനിൽ ഉടനീളം അള്ളാഹു ഗുലാമേ 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 എന്ന് വിളിക്കുന്നുണ്ട് എന്നാണ്. ഗുലാം, ഖുർആനിൽ ഉടനീളം അള്ളാഹു. എന്നിട്ട് അയാൾ പറയണം, ഗുലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസൻ എന്നാണ്. ഓക്കെ, ഗുലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസൻ, അടിമ എന്നർത്ഥമുണ്ട്. ഖുർആനിൽ 12 ഇടങ്ങളിലാണ് ഗുലാം എന്ന പ്രയോഗമുള്ളത്. അതിൽ ഒരൊറ്റ പ്രാവശ്യം പോലും ഇയാൾ പറയുന്ന അടിമ എന്ന അർത്ഥത്തിൽ ഖുർആനിൽ ഗുലാം പ്രയോഗിച്ചിട്ടേ ഇല്ല. ലഹബിലക ഗുലാമൻ സക്കിയ, നല്ല സദ്വൃത്തനായ ഒരു കുട്ടിയെ ഞാൻ അങ്ങേക്ക് നൽകാൻ വേണ്ടി. അവിടെ ഗുലാം പ്രയോഗമുണ്ട്. ഞാൻ 12 അനലൈസ് ചെയ്യുന്നില്ല, സമയം കുറവാണല്ലോ. അവിടെ ഗുലാം എന്ന് പറഞ്ഞ കുട്ടി എന്നാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറിലിട്ടിട്ട് യാത്രാസംഘം വന്ന് പാളി നോക്കുമ്പോൾ അതാ ഗുലാം, ഒരു മോനിതാ കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ മോനാണ് ഗുലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഖുർആനിൽ 12 ഇടങ്ങളിൽ ഗുലാം എന്നും പറഞ്ഞ് പ്രയോഗം വരുന്നു എങ്കിൽ അതിൽ ഒന്നുപോലും ഈ മനുഷ്യൻ പറയുന്ന അടിമ എന്നർത്ഥത്തിനല്ലേ അല്ല, മോന്, കുട്ടി എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഖുർആനിൽ ഗുലാമേന്ന് വിളിച്ചു എന്ന് ഇയാൾ ആരോപണം പറയുകയാണെങ്കിൽ ഖുർആനിലെ എല്ലാ പ്രയോഗവും കുട്ടി, മോൻ എന്നുള്ള അർത്ഥത്തിനു മാത്രമാണ്, അടിമ എന്നർത്ഥത്തിനില്ല. ആരും വിവാദം നടക്കണ്ട, ഗുലാം എന്നതിന് അടിമ എന്നർത്ഥം വരും, പക്ഷെ ഖുർആനിൽ അങ്ങനെ പ്രയോഗിച്ചിട്ടേ ഇല്ല. എന്നിട്ട് ഇയാൾ പറയാം ഖുർആനിൽ ഉടനീളം അടിമ എന്ന് പറയുന്നുണ്ട്. നേരെ മറിച്ച് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനത്തിലോ യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് ദൈവപുത്രരാവാനുള്ള അവകാശം കിട്ടി. അപ്പോൾ പുത്രനാവുകയാണ് എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തായി പുത്രൻ?
ബൈബിളിൽ പുത്രൻ പിതാവ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പിതാവ് എന്ന് ബൈബിളിൽ ഉടനീളം പറയുന്നു. ആ ഒരു ചുളിവിലാണ് യേശുവിനെ ദൈവമാക്കുന്നത് പോലും. കാരണം യേശുവിൻ്റെ പിതാവ് എന്ന് യഹോവയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പിതാവിൻ്റെ പുത്രൻ അങ്ങനെ ഒരു ദൈവമായി വരണല്ലോ എന്നാണ്. ക്ഷമിക്കണം ഫാദർ സുലൈമാൻ, ബൈബിളിലുള്ള പിതാവിനെ മൊത്തം പ്രയോഗങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുക. എത്ര പേരെ പറ്റി? ഇശ്മായേലിനെ പറ്റി ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നുണ്ട്. യാക്കോബിനെ പറ്റി ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്ന് പറയുന്നുണ്ട്. അബ്രഹാമിനെ പറ്റി ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറം മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം എന്താണ്? സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്നറിയപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവരൊക്കെ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇനിയും കുറെ ഉദ്ധരിക്കാനുണ്ട്. അപ്പൊ ദൈവത്തിനെ കുറിച്ച് പിതാവ് എന്നും സൃഷ്ടികളെ കുറിച്ച് പുത്രൻ എന്നൊക്കെ പറഞ്ഞാൽ ബൈബിളിന്റെ ആശയം ദൈവമായിട്ട് നന്നായിട്ട് ബന്ധമുള്ള ആളുകൾ എന്ന് മാത്രമാണ്. അല്ല നേരാവണ്ണം പുത്രൻ എന്നാണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥമെങ്കിൽ മരിയ ജോസഫ് വിശദീകരിക്കണം. പിന്നെ യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നതിന് എന്ത് പ്രത്യേകതയുള്ളത്? പിന്നെ യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് കൊട്ടിഘോഷിക്കുന്നതിന് എന്ത് പ്രത്യേകതയുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കുക. യേശുവിനെ, ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിന്റെ പുത്രന്മാരാകാൻ അവർക്ക് അവകാശം കൊടുത്തു എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ വരുമ്പോ ഇയാൾ പറഞ്ഞതുപോലെ ദൈവമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തം പുത്രൻ എന്ന രീതിയിലാണ് ഈ സമീപനമെങ്കിൽ യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നതിന് എന്ത് പ്രത്യേകതയാണ്? യേശുവിനെ വിശ്വസിച്ചവരൊക്കെ ദൈവത്തിന്റെ പുത്രന്മാരല്ലേ? അതിൻ്റെ പുറമെ ഈ മനുഷ്യൻ വായിക്കാതെ പോയ ബൈബിളിൻ്റെ ഇയാൾ പറഞ്ഞ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12-ന്റെ തൊട്ടുപുറത്തുള്ള 13-ാമത്തെ വചനം, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേന്ന്. ഇതെങ്ങനെയാണ് ആലങ്കാരിക അല്ലാതെ? ഇയാൾ പറഞ്ഞതുപോലെ വസ്തുനിഷ്ഠമായിട്ട് നേർക്കുനേർ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, അർത്ഥം പറയുകയാണെങ്കിൽ ഇതിനെന്താ അർത്ഥം പറയാം? യേശുവിനെ വിശ്വസിച്ച ആരും തന്നെ മനുഷ്യന്റെ ഇച്ഛയിൽ നിന്നോ താല്പര്യത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ മാംസത്തിൽ നിന്നോ ഒന്നും അല്ല ജനിക്കുന്നത്. അവർ ദൈവത്തിൽ നിന്ന് ട്രൂ ആയിട്ട് ജനിച്ചു വരുന്നു എന്നാണ്. എങ്ങനെ പിന്നെ യേശുവിന് പ്രത്യേകത വന്നു? എല്ലാവരും അങ്ങനല്ലേ? അപ്പൊ തൻ്റെ ആവശ്യത്തിന് വേണ്ടി താൻ വിശ്വസിക്കുന്ന ഗ്രന്ഥം പോലും പരമാവധിക്കപ്പുറം ദുർവ്യാഖ്യാനം ചെയ്യുക, കള്ളം പറഞ്ഞ് സമൂഹത്തെ പറ്റിക്കുക എന്നതാണ് മരിയ ജോസഫ് ഇതുവരെയും ചെയ്ത ശൈലി. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഇത് സംബന്ധമായിട്ട് പറയണം. ഇവര് പറയുന്നത് പോലെ ഖുർആനിൽ അടിമ എന്ന് മനുഷ്യരെ കുറിച്ച് പ്രയോഗമല്ലേ ഉണ്ട്? കുല്ലാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അബ്ദ്, അടിമ എന്ന് പ്രയോഗമല്ലേ ഉണ്ട്? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. വേറെയും അബ്ദ് പ്രയോഗമല്ലേ ഉണ്ട്? ഈ ക്രൈസ്തവ യൂറോപ്പ് ആഫ്രിക്കയിൽ പോയി പച്ച മനുഷ്യരെ പിടിച്ചു കൊണ്ടുവന്ന് ഭീകരമായി പീഡിപ്പിച്ച് കഠിനമായി ജോലികൾ ചെയ്യിപ്പിച്ച് തല്ലിയും കൊന്നും പട്ടിണിക്കിട്ടും പീഡിപ്പിച്ച ഒരു അടിമത്തുണ്ടായിരുന്നു. അതാണ് ഇവർക്ക് അടിമ എന്ന് പറയുമ്പോഴേക്കും ഓർമ്മ വരുന്നത്. പരിശുദ്ധ ഖുർആനിലെ അടിമ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനെ പടച്ച്, ലോകത്തെ പടച്ച്, മനുഷ്യന് ജീവിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി തന്ന പടച്ച റബ്ബിനെ അംഗീകരിച്ച് വിശ്വസിച്ച് റബ്ബിന്റെ കൽപ്പനകൾ പാലിക്കുന്നവർ. ഈ അടിമ എന്ന് പറഞ്ഞാൽ അഭിമാനല്ലേ? അതൊരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ മാത്രമാണോ ഈ അടിമ അഭിമാനാകുന്നത്? കേരളത്തിലെ പ്രസിദ്ധനായ ഒരു ഗായകനുണ്ട്, അയാളുടെ പേരെന്താ? യേശുദാസ്. യേശുവിൻ്റെ ദാസൻ, യേശുവിൻ്റെ അടിമ. ഇയാൾ ഈ പറഞ്ഞതുപോലെ അടിമയ്ക്കൊരിക്കലും ഉടമയെ സ്നേഹിക്കാൻ കഴിയില്ല, ഉടമക്കൊരിക്കലും അടിമയെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ അടിമയെ എന്ന് വിളിക്കുന്ന വേദം എനിക്ക് ആവശ്യമല്ല, നേരെ മറിച്ച് മകനെ എന്ന് വിളിക്കുന്ന വേദമാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് ഞാൻ ബൈബിളിൻ്റെ ആളായി മാറി ഇസ്ലാം വിട്ടു എന്ന് പച്ചപ്പോഴത്തം പറയുന്ന ഈ മനുഷ്യൻ യേശുദാസിനെ കുറിച്ച് എന്ത് പറയും? അയാൾ ആ പറയുന്ന അടിമത്തം കൂടെ ഏറ്റെടുത്തു എന്നാണോ? ഒന്ന്. രണ്ടാമതായി, ഈ ബൈബിളിന്റെ സമീപനം എന്താണ് ഈ വിഷയത്തിൽ? എൻ്റെ മുമ്പിൽ ഒരു 30 ബൈബിൾ ഉദ്ധരണങ്ങളുണ്ട്. 30 ബൈബിൾ ഉദ്ധരണങ്ങളുണ്ട്. വേറെയും നമുക്ക് കുറേ പറയാൻ പറ്റും. ഞാൻ ആകെ പരിശോധിച്ചത് തൗറാത്ത് എന്ന് ഇവർ പറയുന്ന ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ന്യായപുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, ഈ 5-ൽ പറയുന്ന അടിമകൾ. അപ്രകാരം പുതിയ നിയമം, യേശുവിൻ്റേതെന്ന് പറയുന്ന പുതിയ നിയമം, ഈ പുതിയ നിയമത്തിൽ പറയുന്ന അടിമകൾ, ഇതേക്കുറിച്ചാണ് ഞാൻ ഒന്ന് പരിശോധിക്കാൻ ശ്രമിച്ചത്.
ഉടനീളം മനുഷ്യരെ കുറിച്ച് ബൈബിൾ പറയുന്നത് അടിമ 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 എന്ന് തന്നെയാണ്. അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. പുറപ്പാടിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അവിടുത്തെ അടിമകളായ അബ്രാഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്മായേലിനെയും ഓർക്കണമേ. ഇത് പഴയ നിയമമാണ്. എന്തെന്നാൽ ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ നിന്നെ കൊണ്ടുവന്നു, എൻ്റെ ദാസരാണവർ. യഹോവയാൻ ദൈവം പറയാണ്, എൻ്റെ അടിമകളാണവർ. സ്വന്തം ഗ്രന്ഥം പഠിക്കാതെ അതിൽ നിന്ന് നല്ലതൊന്നും മനസ്സിലാക്കാതെ തെറ്റിപ്പോയി എത്തിപ്പെട്ടടുത്തൊരു ഗ്രന്ഥമുണ്ട്. അതുപോലും നേരാവണ്ണം വായിക്കാൻ ഫാദർ മാരിയോ ജോസഫ് ആളെ പറ്റിക്കുന്നതിനിടയിൽ സമയം കിട്ടിയില്ല ആൾക്ക്. ഇനിയും എത്ര പഴയ നിയമത്തിൽ നമുക്ക് ഉദ്ധരിക്കണം? ഇസ്രായേൽ ജനം എൻ്റെ ദാസരാണ്, അടിമകളാണ് ഇസ്രായേൽ ജനം. വിശുദ്ധമെന്ന് ഇവർ പറയുന്ന, വിശുദ്ധരെന്ന് അവർ ദൈവം തെരഞ്ഞെടുത്ത് അരുളിയ ജനത എന്ന് പറയുന്ന ആ ജനത്തെക്കുറിച്ച് ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യുന്നത് ബൈബിളിലുണ്ട്. റഫറി ഇറങ്ങി കളിക്കുന്നത്, റഫറി ഗോളടിക്കുന്നത്. ഇസ്രായേൽ ജനത്തിനോടുള്ള അമിതമായ താല്പര്യം കൊണ്ട് ദൈവം വന്ന് ഇസ്രായേൽ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ബൈബിളിൽ പലയിടങ്ങളിൽ പറയുന്നുണ്ട്. ഇത്രമേൽ ദൈവത്തോട് ബന്ധമുള്ള ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം പറയാണ്, ഇസ്രായേൽ ജനം എൻ്റെ ദാസന്മാരാണ്, ഈജിപ്തിൽ നിന്നും ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസർ, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. ലേവ്യർ പുസ്തകത്തിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 55-ാമത്തെ വാക്യം. മോശസ് ദൈവത്തോട് പറയുന്നത് നിന്റെ അടിമയാകുന്ന ഞാൻ എന്നാണ്. അടിമക്ക് ഉടമയെ സ്നേഹിക്കാൻ പറ്റില്ല, ഉടമക്ക് അടിമയെ സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ അടിമേ എന്ന് വിളിക്കുന്ന മതത്തിൽ നിന്ന്, അങ്ങനെ ഒരു പ്രയോഗം ഖുർആനിലില്ല. ഒരുത്തനെ വിളിച്ചിട്ട് അടിമേ എന്ന് വിളിക്കൽ. പറയൂ എൻ്റെ ദാസരോട് എന്ന് പ്രയോഗമുണ്ട്. അള്ളാന്റെ റസൂലിനെ കുറിച്ച് അടിമയായ ദൂതർക്ക് എന്ന് പറയുന്നുണ്ട്. അടിമേ എന്ന് വിളിക്കണില്ല റസൂലിനെ, ഇല്ല. വിളിച്ചാൽ പോലും അതൊരു കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യേശുക്രിസ്തു മാതൃകയാണെന്ന് പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ തൊട്ടു മുന്നേ ഇസ്രായേൽ ജനത്തെ നയിക്കാമെന്ന മോശസ് അടിമയാകുന്ന എന്നോട് എന്ന് വളരെ വിനയപുരസ്സരം പറയുന്നുണ്ട്. ഇതൊരു മോശമല്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യങ്ങൾ പറയുന്നിടത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ട് വരണം. ഈ ബൈബിൾ തന്നെ പുതിയ നിയമത്തിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ യേശുവുമായി നേരിട്ടുള്ള ബന്ധപ്പെട്ടതാണ്, അല്ലേ? യൂദാസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ്. യേശുക്രിസ്തുവിൻ്റെ ദാസൻ. ഖുറാനിൽ മനുഷ്യരെ പറ്റി അബ്ദ്, ദാസൻ, ഗുലാം എന്ന് പ്രയോഗിച്ചു. അതുകൊണ്ട് ആകെ പ്രശ്നമായി എന്നാണോ മരിയ ജോസഫിന്റെ വാദം? യേശുവിന്റെ ദാസനാകുന്ന യൂദാസ്, ഇതിനെന്ത് പറയണം? ഇനി 2 പത്രോസിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമയോൻ പത്രോസ്. ആരാദാസൻ? യേശുക്രിസ്തുവിന്റെ ദാസൻ. അടിമാന്ന്. എന്നെ അടിമേന്ന് വിളിക്കുന്ന വേദം താല്പര്യല്ലേ? ഇന്ന് വലിച്ചെറിയണം ഈ പഴയ നിയമവും പുതിയ നിയമവും. ഉടനീളം വിളിക്കുന്നത് അടിമേ എന്നാണ്. ദൈവത്തിൻ്റെയും കർത്താവായ യേശുവിൻ്റെയും ദാസനായ യാക്കോബ്. യാക്കോബ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. നിങ്ങളിൽ നിന്നുള്ളവനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ എപ്പഫ്രാസ് നിങ്ങളോട് അഭിവാദനം അർപ്പിക്കുന്നു. കൊളോസോസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തേയോസും. ഫിലിപ്പി എന്ന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണ് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. 1 കൊരിന്തോസിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ദാസന്മാരാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്യന്മാർ, യൂറോപ്പിലെ ക്രൈസ്തവർ, പാവപ്പെട്ട ആഫ്രിക്കക്കാരെ നീണ്ട വടികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കെട്ടിയിട്ട് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച് പശുക്കളെയും മറ്റു ജീവികളെയും കൊണ്ടുവരുന്നത് പോലെ യൂറോപ്പിൽ നിന്നിലേക്ക് ഈ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ശക്തമായി പീഡിപ്പിച്ച് ഭക്ഷണം കൊടുക്കാതെ കഠിന ജോലി ചെയ്യിപ്പിച്ച ആ അടിമത്തത്തെക്കുറിച്ചാണ് ഫാദർ മാരിയോ ജോസഫ് പറയുന്നതെങ്കിൽ തിരുത്തണം. താങ്കൾക്ക് ആ വിഷയത്തിനും വലിയ അബദ്ധം വന്നിട്ടുണ്ട്. കാരണം ബൈബിൾ പറയുന്നത് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ്. 2 കൊരിന്ത്യോസിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. എന്നിട്ട് അടിമേ എന്ന് പറഞ്ഞത് കൊണ്ട് ഭയങ്കരമായി മൂപ്പരിക്ക് വിഷമായല്ലോ.
ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. 1 കൊരിന്തോസിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഞാനിതിൽ നിന്ന് മാറുകയാണ്, പറഞ്ഞല്ലോ. ഞാൻ തയ്യാറാക്കി വെച്ചത് തന്നെ 30-ലധികം ഉദ്ധരണങ്ങളുണ്ട് ബൈബിളിൽ നിന്ന്. അടിമയെന്ന് വിളിക്കുന്നത്, അടിമയാകുന്നതിൽ അഭിമാനിക്കുന്നത്, ഞങ്ങൾക്കതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ അവരുടെ ഇടയിൽപ്പെട്ട് എന്നിട്ടിത് അംഗീകരിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു എന്താണ് പറയുക, അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈ സക്കറിയ. കാരണം മൂപ്പരാളത് ആദ്യം കാണുകയാണ്, ഇവൻ പറയുമ്പോഴാണ് ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. ഖുർആനിൽ നമുക്കറിയാവുന്നതുപോലെ സൂറത്ത് മറിയം അല്ലേ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്ന ആ അധ്യായം, ഈ അധ്യായത്തിലും അതല്ലാത്ത ഇടങ്ങളിലും ഈ അബ്ദ് പ്രയോഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എത്ര മനോഹരമാണ് അല്ലേ. ഖുർആനിന്റെ ഒരു വാക്യം മാത്രം ഞാൻ ഉദ്ധരിക്കാം. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ. സൂറത്ത് മറിയമിന്റെ 30-ാമത്തെ വാക്യം. ഈസാ നബി അഭിമാനപൂർവ്വം പറയാൻ, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാകുന്നു, അബ്ദുല്ലാ, എന്നെ അള്ളാഹു നബിയായിട്ട് നിയോഗിക്കാൻ പോകുന്നു. ഇക്കാര്യം ഖുർആൻ സൂറത്തു അന്നിസാഇന്റെ 172-ാമത്തെ ആയത്തിൽ ത്വാത്വികമായി വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദാസനായിരിക്കുന്നതിൽ മസീഹ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യാതൊരു വിഷമവുമില്ല. തൻ്റെ അള്ളാഹുവിൻ്റെ ദാസനാണെന്ന്, തൻ്റെ ഉടമയാണ് റബ്ബെന്ന് പറയുന്നതിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യാതൊരു വിഷമവുമില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുകയാണോ എന്ന രീതിയിൽ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പം എന്താ അടിമ എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇതിനെക്കുറിച്ചാണ് ആ മനുഷ്യൻ ഖുർആനിലെ എല്ലാ അധ്യായത്തിലും ഉണ്ട്. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അടിമകളെ, നിങ്ങൾ എൻ്റെ അടിമകളാകുന്നു. മനുഷ്യരെ, നിങ്ങൾ എൻ്റെ അടിമകളാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ അംഗീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. മുമ്പിലിരിക്കുന്ന ആളുകളുടെ അജ്ഞതയെ മനോഹരമായി ഇയാൾ മിസ്യൂസ് ചെയ്യുന്നു. രണ്ടാമതായി ഇയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായിട്ട് പറയുന്നത്, അയാൾ യേശുവിനെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്തി. അയാൾ മട്ടന്നൂരങ്ങാണ്ട് 18-ാം വയസ്സിൽ പള്ളിയിലെ വലിയ അച്ഛനായിരുന്നല്ലോ. ആ പ്രഭാഷണം നടത്തിയപ്പോൾ യേശു റസൂലാണെന്നും മനുഷ്യനാണെന്നൊക്കെ അയാൾ പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞു യേശുവിനെ കുറിച്ച്. അയാളന്ന് മുസ്ലിമാണെന്നാണ് കേട്ടോ പറയണേ. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. വസ്തുതാപരമായി പച്ചപ്പൊള്ളാണിത്. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു അത്ര, യേശു ദൈവമല്ല എന്ന് നിങ്ങൾ പറഞ്ഞു, എന്നാൽ യേശു ആരാണെന്ന് നിങ്ങൾ ആലോചിച്ചോന്ന്. അയാളുടെ എല്ലുകൾ കൊണ്ട് മൂടിയ ഹൃദയത്തിനുള്ളിൽ ആ ചോദ്യം ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. ആലോചിച്ച് നോക്ക് നിങ്ങൾ. യേശു ദൈവമല്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ ദാരിമിയാന്നാണ് പറയുന്നത്. യേശു ആരാന്നുള്ളത് അതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? എല്ലാ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും യേശു ആരാന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അയാൾ ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, 10 വർഷം മുന്നേ വരെ ഖുറാനിലുള്ള യേശു തന്നെയാണ്, ഈസാ നബി തന്നെയാണ് യേശു എന്ന് സഭ പഠിപ്പിച്ചിരുന്നു. പക്ഷെ 10 വർഷം മുന്നേ പെന്തക്കോസ്തുകാരുടെ ഇടപെടൽ മുഖേന ഖുറാനിലുള്ള ഈസാ അല്ല യേശു എന്ന് പറയാൻ ആ സഭ നിർബന്ധിപ്പിച്ചു. അപ്പം ഞാൻ ഇതുവരെ 30 കൊല്ലം പറഞ്ഞതൊക്കെ 20 കൊല്ലം പറഞ്ഞതൊക്കെ എന്തായിരുന്നു? ഖുറാനിലുള്ള യേശു തന്നെ, ഈസ തന്നെയാണ് യേശു എന്നായിരുന്നു എന്ന്. ഇപ്പം അവരത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് പെന്തക്കോസ്തുകാരുടെ ഇടപെടൽ കാരണം അങ്ങനെ പറഞ്ഞു എന്നാണ്. അതവരുടെ ഇടയിലുള്ള തർക്കങ്ങൾ നമുക്ക് മാറ്റി നിർത്താം. എന്തായാലും ഇയാളെ ഉദ്ദേശിക്കുന്ന ഈസാ നബിയും യേശു ക്രിസ്തുവും ഒന്നല്ലേ അല്ല എന്നതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷെ അയാളെ ഉദ്ധരിച്ച് യേശുവിന് വേണ്ടി ഓതുന്ന ഈ ഈസാ നബിയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, അത്രേ എനിക്ക് അതായിട്ടുള്ള ബന്ധമുള്ളൂ കേട്ടോ. ഖുർആനിൽ പറയുന്ന ഈസാ നബിയായിട്ട് യേശു ക്രിസ്തുവിന് ഒരു ബന്ധമില്ല. അത് നമുക്ക് പിന്നെ പറയാം. അത് അവരും തന്നെ മാറ്റി 10 കൊല്ലം മുന്നേ മുതൽ എന്നാണ് ഈ മാരിയോ ജോസഫ് പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഇദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, ഞാൻ യേശു ദൈവമല്ലെന്ന് പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചു. ഇറങ്ങിപ്പോന്നപ്പോൾ ഒരാൾ ചോദിച്ചു, ദൈവമല്ലെങ്കിൽ ആരാണ് എന്ന് ചോദിച്ചു. ആ ചോദ്യം എൻ്റെ എല്ലുകൾ കൊണ്ട് മൂടിയ ഹൃദയത്തെ സമ്മർദ്ദത്തിലാക്കി. അങ്ങനെ ഞാൻ അതുമായി ആലോചിച്ചു അങ്ങനെ പോയി. മദ്രസ പഠിക്കുന്ന 2-ാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാം ഇവർ പറയുന്ന യേശു അല്ലെങ്കിൽ ഈസാ നബി ആരാന്ന്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഇസ്രായേലിലേക്ക് നിയോഗിതരായ ആയിരക്കണക്കിന് പ്രവാചകന്മാരിൽ അവസാനത്തേതായ മറിയം ബീവി പ്രസവിച്ച
മനുഷ്യനായ പ്രവാചകൻ എന്നതിൽ മദ്രസ് പഠിക്കുന്ന 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും ഒരു തർക്കം ഉണ്ടാവില്ല. ഇയാൾ ധാരിമയായിട്ടും അതുവരെ അതേക്കുറിച്ചൊന്നും ആലോചിച്ചില്ലല്ലോ. അയാൾ ആകെ പഠിച്ചത് യേശു ദൈവമല്ല ദൈവമല്ല ദൈവമല്ല. പിന്നെ ആരാ? മൂപ്പര് അതുവരെ അത് ആലോചിച്ചിട്ടേ ഇല്ല. ഏതായാലും ആ ചോദ്യം സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അയാൾ ഖുർആൻ എടുത്തു. അങ്ങനെ ഖുർആനിലെ മുഹമ്മദ് എന്ന് വരുന്നിടത്തൊക്കെ വരയിട്ടു, ഈസ എന്ന് വരുന്നിടത്തൊക്കെ വരയിട്ടു. അത്ഭുതം, മുഹമ്മദ് 4 ഉള്ളൂ, ഈസ എന്നുള്ളത് 25 അപ്പം എനിക്ക് മനസ്സിലായി ഈസാ നബി ആകുന്ന യേശുവാണ് ഏറ്റവും ശ്രേഷ്ഠൻ. ഒരു മനുഷ്യന് അന്തം പോകുക എന്ന് പറഞ്ഞാൽ ഇത്ര മാരകമായിട്ട് പോകാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. വിസ്തരിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ പോഴത്തങ്ങളുടെ പരമ്പര മാലപ്പടക്കം നമുക്ക് ബോധ്യപ്പെടൂലേ? പരിശുദ്ധ ഖുർആനിൽ എന്തുകൊണ്ടാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് 4 മാത്രം വന്നത്? സൂറത്തു ആൽ ഇംറാന്റെ 144 വചനം, സൂറത്തു അൽ അഹ്സാബിന്റെ 40 വാക്യം, സൂറത്ത് മുഹമ്മദിന്റെ 2 വചനം, സൂറത്തുൽ ഫത്ഹിന്റെ 29 വാക്യം. 4 ഇടങ്ങളിലാണ് മുഹമ്മദ് എന്ന പേര് വരുന്നത്. എന്തുകൊണ്ട്? മഹത്വം കുറഞ്ഞതുകൊണ്ടാണോ? അല്ല, കൂടിയതുകൊണ്ട്. യാ ഈസ എന്ന് ഖുർആനിൽ എത്രടങ്ങളിൽ വരുന്നു? യാ മൂസ, യാ ഇബ്രാഹിം, യാ നൂഹ്. എല്ലാ പ്രവാചകന്മാരെയും പേരെടുത്ത് വിളിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ റസൂലോരെ വിളിക്കേണ്ടി വരുമ്പോൾ യാ അയ്യുഹൻ നബിയ്യു, നബിയായിട്ടുള്ളവരെ, യാ അയ്യുഹർ റസൂലു, റസൂലായിട്ടുള്ളവരെ എന്നാണ് പ്രയോഗിച്ചത്. ഇമാം റാസി ചർച്ച ചെയ്യുന്നുണ്ട്. തിൽക്കർ റസൂൽ ഫളൽനാ ബഅദഹും അലാ ബഅദ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. റസൂലിനെ വിളിക്കേണ്ടിടത്തൊക്കെ മുഹമ്മദ് എന്ന് ഒരു വട്ടം പോലും വിളിച്ചില്ല. യാ ആദം ഉസ്കുൻ അൻത വസൗജുക, ആദമേ എന്ന് വിളിച്ച അള്ളാഹു മുഹമ്മദേ എന്ന് ഒരിക്കലും വിളിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ യാ അയ്യുഹൻ നബിയ്യു, അപ്പൊ വിളിക്കേണ്ടിടത്തൊക്കെ മുഹമ്മദ് വരൽ ഒഴിവായി. അങ്ങനെ കുറേ മുഹമ്മദ് ഒഴിച്ചു. രണ്ടാമത്തത്, ഈസാ നബി അലൈഹി സ്വലാം വ്യഭിചാരപുത്രനാണ് എന്ന് സമൂഹം പ്രചരിപ്പിക്കുന്ന കാലത്ത് ഈസാ ബിനു മറിയം, മറിയമിൻ്റെ പുത്രനാകുന്ന ഈസാ നബി അങ്ങനെയല്ലെന്ന് ഈസാ നബിയെ സപ്പോർട്ട് ചെയ്ത് അവിടുത്തെ പാതിവൃത്യം വെളിപ്പെടുത്തേണ്ടി ഖുർആൻ വന്നു. മുഹമ്മദ് റസൂൽ അവരുടെ മുമ്പിൽ ജീവിക്കുന്ന ഒരാളാണ്. അലസ്തു ഫീക്കും ഉംറൻ മിൻ ഖബ്ലി അഫലാ തഅഖിലൂൻ, നിങ്ങൾക്കിടയിൽ 40 കൊല്ലം ഞാൻ ജീവിച്ചില്ലേ? തുറന്ന പുസ്തകമായിരുന്നില്ലായിരുന്നോ? ഞാൻ എവിടെയും മറഞ്ഞു നിന്നിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും വിധത്തിലല്ലേ ഇതുവരെ ജീവിച്ചത്. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ അല്ലമീൻ എന്ന് വിളിച്ചത്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് ആളായിട്ട് എന്നെ നിശ്ചയിച്ചത്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ വദിയത്ത്, സൂക്ഷിപ്പ് സ്വത്തുകൾ നിങ്ങൾ ഈ ജറ പോകുന്ന സമയത്ത് പോലും എന്നെ ഏൽപ്പിച്ചത് എന്നൊക്കെ പറയാൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് മുഹമ്മദ് നബി ഇങ്ങനെ ആവുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. ഈസാ നബി അങ്ങനെ ആവുന്നു എന്ന് പറയേണ്ടതുണ്ട്. കാരണം വ്യഭിചാരപുത്രൻ എന്ന് ജൂതന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഈസാ നബി കൂടി. ഈസ എന്ന പ്രയോഗം കുറെ കൂടി. കുറച്ചുകൂടെ നമ്മൾ ആലോചിക്കണം. മാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അഹ്മദ് എന്ന് പ്രയോഗിക്കുന്നുണ്ട് സൂറത്ത് സ്വഫിലെ 6 വാക്യത്തിൽ. അപ്പോൾ ഒരു നബി കൂടായി, നബിയുടെ ഒരു പേര് കൂടായി. യാസീൻ, ത്വാഹ, മുസമ്മിൽ, മുദ്ദസ്സിർ, മുർത്തള, ഇങ്ങനെ പല ഓമന പേരുകളും പടച്ച റബ്ബ് മുത്ത് റസൂലിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടെ എണ്ണിക്കഴിഞ്ഞാൽ കുറേ 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 യേശുവിനേക്കാൾ കൂടുതൽ വന്നു. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കുറേ പേര് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾക്ക് മഹത്വം വരുമോ? എന്നാൽ മൂസാ നബിയുടെ പേര് യേശുവിനേക്കാൾ 3 ഇരട്ടിയെങ്കിലും ഉണ്ട്. ഇയാൾ ജൂതനല്ല ഉണ്ടത്, ക്രിസ്ത്യാനി അല്ലല്ലോ. ഇബ്ലീസിന്റെ പേര് ഇവരെക്കാളൊക്കെ ഉണ്ട്. ഇയാൾ ഇബ്ലീസിന്റെ സാത്താൻ ആരാധനയല്ലേ വരേണ്ടത്. ഇപ്പൊ തന്നെ ക്രൈസ്തവർക്ക് വലിയ ഭീഷണിയാണ് സാത്താൻ ആരാധന. കുറെ ആളുകൾ അങ്ങനത്തെ കൾട്ടുകളായി മാറുന്നു. ഇയാൾ സാത്താൻ ആരാധനയല്ലേ പറയേണ്ടത്. ഫറോവയുടെ പേര് പഠിക്കണ്ടേ? ഇയാൾ എണ്ണണ്ടേ? എത്രമാത്രം ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്നു. അതനുസരിച്ച് ഇയാൾ ഫറോവിന്റെ ആളാവണ്ടേ? അതിൻ്റെ ഒക്കെ പുറമെ ഇയാളുടെ മാനദണ്ഡം എത്രമേൽ അബദ്ധമാണ്. മുഹമ്മദ് എന്ന് വരുന്നിടത്ത് വരട്ടു, യേശു എന്ന് പറയുന്നിടത്തും വരട്ടു. അതുകൊണ്ട് എന്താ കാര്യം? കുറെ വര ഒന്നും എന്നല്ലാതെ കണക്ക് കിട്ടു. വെറുതെ ആലോചിച്ച് നോക്കി, നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കൂ. കുറെ വര ഒന്നും എന്നല്ലാതെ ഒരു കണക്ക് കിട്ടുമോ? അല്ലെങ്കിൽ പച്ച വരട്ടു മുഹമ്മദ് എന്നുള്ളിടത്തൊക്കെ, യേശു വരുന്നിടത്തൊക്കെ ചോപ്പ് വരട്ടു. എന്നാൽ പിന്നെ ചോപ്പ് എണ്ണി നോക്കിയാൽ മതി. ഇത് മൊത്തം വരട്ടൊക്കെയാണ്. ആകെ മൊത്തം 29 വര കാണും. ഇതിലാരാ തോനെന്നുള്ള മനസ്സിലാവുമോ? അയാൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പച്ചപ്പുള്ളു പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പേര് ഖുർആനിൽ കൂടുതലുണ്ട്, മുഹമ്മദിൻ്റെ പേര് 4 ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇസ്ലാം വിട്ടു എന്നാണ് പറയുന്നത്. അയാളുടെ പോയത്തങ്ങളുടെ പരമ്പരയിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. പിന്നെ അയാൾ പറയുന്ന ഒരു കാര്യം, മുഹമ്മദ് നബി മരിച്ചു. അയാൾ ഈ സാജനോടുള്ള ഇന്റർവ്യൂവിൽ പോലും പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഇന്റർവ്യൂവിൽ മുഹമ്മദ് നബി മരിച്ചു, എല്ലാവരും മരിച്ചുപോയി. യേശുക്രിസ്തു മരിച്ചു, പക്ഷെ ജീവിച്ചു.
അപ്പം എന്നും ജീവിക്കാം എന്നുള്ളൊരു ഹോപ്പ് നൽകിയത് എനിക്ക് യേശു ക്രിസ്തുവാണ്. ഒരാൾ മരിക്കുന്നതോടുകൂടെ അയാൾക്ക് എല്ലാവിധ ബന്ധങ്ങളും എല്ലാ സംഗതികളും ഇല്ലാതാവുന്നു. അയാൾക്ക് ഉണരാൻ കഴിയുമോ? ഇല്ല. അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയുമോ? ഇല്ല. മരിച്ചടക്കുന്ന ഒരാൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ എഴുന്നേറ്റത്? എങ്ങനെയാണ് യേശു ക്രിസ്തു എഴുന്നേറ്റത്? ഒരു സാധ്യതയുള്ളൂ. അള്ളാഹു അല്ലെങ്കിൽ യഹോവയാം ദൈവം പിതാവ് എഴുന്നേൽപ്പിച്ചു. ഓക്കെ. അല്ലാതെ മരിച്ചടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഇനി കുറച്ചേരം കഴിഞ്ഞിട്ട് എണീക്കാന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇതെന്താ അലാറം വെച്ച് ഉറങ്ങണോ മരിക്കാന്ന് പറഞ്ഞാൽ? പിന്നെ എങ്ങനെയാണ് ഇയാൾ എഴുന്നേറ്റത്? ഇദ്ദേഹം എഴുന്നേറ്റു എന്ന് പറയുന്നല്ലോ, അതെങ്ങനെയാണ്? പിതാവായ ദൈവം എഴുന്നേൽപ്പിച്ചു, അത്രയല്ലേ ഉള്ളൂ. വേറൊരു സാധ്യതയില്ലല്ലോ. മരിയ ജോസഫെ, ഈ മരിച്ച യേശുവിനെ എഴുന്നേൽപ്പിച്ച പിതാവിനെ, യേശുവിൻ്റെ ദൈവമാകുന്ന യഹോവയെ, ഇലാഹിനെ ആണോ ആരാധിക്കേണ്ടത്? അതോ ഈ മരിച്ചുപോയി എന്നിട്ട് പിതാവ് എഴുന്നേൽപ്പിച്ചു മൂപ്പരാളാണോ ആരാധിക്കേണ്ടത്? ലളിതല്ലേ ചോദ്യം? മരിച്ചൊരാൾക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല, ഒരാളെ എഴുന്നേൽപ്പിക്കണം. തീർച്ചയായിട്ടും പിതാവാകുന്ന ദൈവം എഴുന്നേൽപ്പിച്ചു. ആരെയാണ് ആരാധിക്കേണ്ടത്? മരിച്ച യേശുവിനെയോ അതോ പിതാവാകുന്ന എഴുന്നേൽപ്പിച്ച ദൈവത്തെയോ? യേശു ക്രിസ്തു പറയുന്നു, മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ, ഇസ്രായേലെ കേൾക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നമ്മുടെ ദൈവം ഏകൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇതാണ് മുസ്ലിങ്ങളെല്ലാവരും തുടരുന്നത്, ഇതാണ് മുസ്ലിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നത്. എഴുന്നേൽപ്പിച്ചവനാണ് എഴുന്നേറ്റവനെക്കാട്ടും ശ്രേഷ്ഠൻ. അതുകൊണ്ടാണ് എൻ്റെ പിതാവ് എല്ലാവരേക്കാളും വലിയവൻ എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറയുന്നത്. എൻ്റെ പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ സ്വന്തമായി ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്ന് അയാൾ ആവർത്തിച്ചു പറയുന്നത്. ആരെയാണ് ആരാധിക്കേണ്ടത്? ആരെയാണ് ആരാധിക്കേണ്ടത്? ജൂതന്മാർ പിടിച്ചുകൊണ്ടുപോയി കുരിശിൽ തറച്ചു. ജൂതന്മാർ പരിഹസിക്കുന്നുണ്ട്, നീ കെട്ടിടം പൊളിച്ച് ഒരു ദിവസം കൊണ്ട് പുനർനിർമ്മിക്കുന്നവനല്ലേ, നീ ആ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക കാണട്ടെ എന്ന്. പുറത്തിടിക്കുന്നുണ്ട്. ആരാ കുത്തിയതെന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ കളിക്കണ മാതിരി കുത്തി ഓടിയിട്ട് ആരാ കുത്തിയെന്ന് ചോദിക്കാറില്ലേ? അങ്ങനത്തെ കളിയൊക്കെ നടക്കുന്നുണ്ട്. തലയിൽ കിരീടം വയ്ക്കുന്നുണ്ട്, വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ എലോഹി എലോഹി ലമ്മാ ശബക്താനി, ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. ഇദ്ദേഹം എന്തുവായിരുന്നൊരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തെയാണ് മോശസ് ആരാധിച്ചത്, ആ ദൈവത്തെയാണ് അബ്രഹാം പിതാവ് ആരാധിച്ചത്, ആ ദൈവത്തെയാണ് യശ്മയേലും ഇസഹാക്കും ആരാധിച്ചത്, ആ ദൈവത്തെയാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. ആ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു വൽ ഹയ്യുൽ ഖയ്യൂം. ആരാപ്പോ ഏതാപ്പോ ഒരു മികച്ച ആദർശമായിട്ട് മരിയ ജോസഫിന് തോന്നേണ്ടത്? ഇത് ബൈബിളിലുള്ളതല്ലേ, ഒരു വാക്കുപോലും ഞാൻ എൻ്റെത് കൂട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ റൂഹും മിൻഹു എന്ന് പറഞ്ഞിട്ട് വലാ തഖൂലു സലാസ, ത്രിത്വം പറയരുത് എന്ന് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആയത്തിൽ തന്നെ ഖുർആൻ തുടർന്ന് പറയുന്നത്. ബൈബിൾ ഉടനീളം പരിശോധിക്കുക, ഏകസത്യ ദൈവത്തെ ആരാധിക്കാനാണ് പറഞ്ഞത്. പിന്നെ AD 325 നിക്കിയ സിന്നോഹദോസിൽ വെച്ചാണ് യേശു ക്രിസ്തു ദൈവനിരയിൽ സ്ഥാനം പിടിക്കുന്നത്, 4-ാം നൂറ്റാണ്ടിലാണ്. അതുവരെയും യേശുവിൽ നിന്ന് ദീനു പഠിച്ച ഒരൊറ്റ മനുഷ്യനും യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ലോക ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. AD 325 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പാദഭാഗത്താണ് യേശു ദൈവമാണെന്നുള്ള തീരുമാനം വരുന്നത്. അതെന്തുകൊണ്ടായിരുന്നു? റോമൻ മതക്കാരനാകുന്ന കോൺസ്റ്റന്റൈൻ രണ്ടാമൻ ക്രിസ്തു മതം സ്വീകരിച്ചു. അങ്ങനെ അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായി. ക്രൈസ്തവർ ഒരു വശത്തും ക്രൈസ്തവ വിരുദ്ധരാകുന്ന പാഗൻ മതക്കാരൊക്കെ ഒരു വശത്തും. തൻ്റെ ഭരണത്തിന് പോലും ഭീഷണിയായി. ആ സമയത്ത് അദ്ദേഹം ഒരു സുന്നഹദോസ് വിളിച്ചു. ഈ സുന്നഹദോസ് വിളിച്ച് യേശുവിനെ ദൈവമാക്കണ കാലത്ത് അയാൾ ക്രിസ്ത്യാനി അല്ല കേട്ടോ, പിന്നെ മകളുടെ സമ്മർദ്ദം കൊണ്ട് പിന്നീട് ക്രിസ്ത്യാനിയാവുന്നത്. അതുകൂടെ മനസ്സിലാക്കണം. അങ്ങനെ ഇവരുടെ ഇടയിലെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു, യേശു കൂടെ ദൈവമാണ് എന്ന്. ഇത് അംഗീകരിക്കാതെ 2000 ചില്ലാനം ഫാദർ അരിയൂസിന്റെ നേതൃത്വത്തിൽ അന്ന് ആ സുന്നഹദോസിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. സത്യം ക്രൂശിക്കപ്പെടുന്നു എന്ന് കയ്യുയർത്തി പറഞ്ഞുകൊണ്ടാണ് ഫാദർ അരിയൂസ് ആ ഒരു മുഷാവറ യോഗം വിട്ടത്. സത്യം ക്രൂശിക്കപ്പെടുന്നു. പക്ഷെ അയാളെയും അനുയായികളെയും റോമൻ രാജാവിൻ്റെ കോൺസ്റ്റന്റൈൻ രണ്ടാമൻ്റെ ശക്തിയും സൈനിക ശേഷിയൊക്കെ ഉപയോഗിച്ച് അടിച്ചൊതുക്കി. അപ്പോഴും ത്രിയേകത്വത്തിലേക്ക്
പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിത്വം കടന്നു വന്നിട്ടില്ല. അത് AD 380 ഡമസ്കസിൽ വെച്ച് നടന്ന സുന്നഹദോസിലാണ് ദൈവത്വം പിന്നെയും വികസിക്കുന്നത്. അതുകൊണ്ടാണ് വലാ തഖൂലു സലാസ, തൃത്വത്തെക്കുറിച്ച് മിണ്ടരുത് എന്ന് ഖുർആൻ പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ചാനലുകളുടെ മുമ്പിൽ വരിക, കുറേ ആളുകളെ വിളിച്ചു കൂട്ടുക, എന്നിട്ട് അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാനും സാമ്പത്തിക ഭദ്രത നേടാനും വേണ്ടി പരിശുദ്ധ ഖുർആനിനെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുക. ഇയാൾ പുതിയ ഇന്റർവ്യൂവിൽ നടത്തുന്ന ഒരു പ്രയോഗം, ഖുർആനിൽ യേശുവിനെ കുറിച്ച് കെലിമത്ത് എന്ന് പറയുന്നുണ്ട്. കെലിമത്ത് എന്ന് പറഞ്ഞ വചനമല്ലേ, വചനം മനുഷ്യനിൽ നിന്ന് വിട്ടു നിൽക്കൂലല്ലോ. ഒന്ന് റൂഹ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവായതുകൊണ്ട് വിട്ടു നിൽക്കൂല. അപ്പൊ ദൈവത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അന്നിസാഇന്റെ 171 വാക്യത്തിൽ ആരാണ് ഈസാ നബി എന്ന് പരിചയപ്പെടുത്തുന്നിടത്ത് ഇങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്, റസൂലുള്ളാഹി വ കലിമത്തുഹു, അള്ളാഹുവിന്റെ റസൂലാണ്, കലിമത്തുമാണ്, അള്ളാഹുവിന്റെ വചനമാണ്. അപ്രകാരം അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് ആ കലിമത്തിനെ അള്ളാഹു നിക്ഷേപിച്ചു. വറൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ആത്മാവുമാണ്. ഇതുകൊണ്ട് യേശു ദൈവമാണെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഈ ആയത്തിന്റെ തന്നെ ബാക്കി ഭാഗത്ത് ഫആമിനു ബില്ലാഹി വറസൂലി, അതുകൊണ്ട് അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും വിശ്വസിക്കണം. വലാ തഖൂലു സലാസ, തൃത്വത്തെക്കുറിച്ച് പറയരുത്. ഇന്ദഹു, ആ തൃത്വവാദത്തിൽ നിന്ന് മാറി നിൽക്കുക. ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠം. ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്, അള്ളാഹുവാണ് ഏകനാകുന്ന ഇലാഹ്, ആരാധ്യൻ. സുബ്ഹാനഹു അൻ യഖൂല ലഹു വലദ്, എന്തൊരു മോശം, അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറഞ്ഞു വരുത്തുന്നു. ലഹു മാഫിസ് സമാവാതി വമാ ഫിൽ അർള് വഖഫാ ബില്ലാഹി വക്കീല, എല്ലാം ഈ പ്രപഞ്ചം മൊത്തം അള്ളാഹുവിൻ്റെതാണ്. എന്നിട്ട് അള്ളാഹു പുത്രനെ ജനിപ്പിച്ചു എന്ന് പറയുന്നത് എന്ത് ദുരാരോപണമാണെന്ന് ഖുർആൻ ഈ സൂക്തത്തിൽ തന്നെ തുടർന്ന് പറയുന്നുണ്ട്. എന്താണ് കെലിമത്ത് എന്ന് പറഞ്ഞാൽ? സാധാരണഗതിയിൽ പിതാവും മാതാവും തമ്മിലുള്ള ബന്ധത്തിലാണ് പുത്രന്മാർ ജനിക്കുക. യേശുവിൻ്റെ കാര്യത്തിൽ അതുണ്ടായിട്ടില്ല. മീൻസ് ഈസാ നബിയുടെ കാലത്തിൽ അതുണ്ടായിട്ടില്ല. പിന്നെയോ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കെലിമത്ത് ഉണ്ടാവട്ടെ, കുൻ, അങ്ങനെ ഉണ്ടായി. അതാ കെലിമത്ത് എന്ന് പറയുന്നത്. റൂഹ് മിൻഹു എന്ന് പറഞ്ഞാലോ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആത്മാവ് സാധാരണഗതിയിൽ ആൺ പെൺ ബന്ധം വഴി പുത്രനിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നതിന് പകരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴി അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള നിയന്ത്രണത്തിലുള്ള മനുഷ്യാത്മാക്കളിൽ ഒന്ന് ഈസാ നബിയിലേക്ക് നിക്ഷേപിക്കപ്പെട്ടു. ഇതിനപ്പുറം വേറെ ഈസാ നബി അള്ളാഹുവിൻ്റെ ആത്മാവ് പിരിഞ്ഞുണ്ടായതാണെന്നും അള്ളാഹുവിൻ്റെ കെലിമത്തും കണ്ട് രൂപം പ്രാപിച്ച് ഇറങ്ങി വന്നതാണെന്നും വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ പടച്ച റബ്ബ് സംസാരിച്ചു എന്നുള്ളതിന് ഉത്തരം പറയേണ്ടി വരും. ഒന്ന്. രണ്ടാമത്, ബൈബിളിൻ്റെ ശൈലി എന്താണ്? ബൈബിൾ തുടങ്ങുന്നത് ഉൽപ്പത്തി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആരംഭം ഭൂമിയെക്കുറിച്ചും മറ്റ് സംഗതികളെക്കുറിച്ചൊക്കെ നിർമ്മാണത്തിൻ്റെ സംഗതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, കുൻ, വെളിച്ചമുണ്ടായി, ഫയക്കൂൻ. ഇതാണ് സൃഷ്ടിപ്പിൻ്റെ പരിപാടി. അള്ളാഹു ഇങ്ങനെ കുൻ 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 പറയണോ ഇല്ലേ, അതൊക്കെ നമ്മുടെ ദാർശനികമായ ചർച്ചയാണ്. നമ്മളതിൻ്റെ ആ ഉപരിലോകത്തൂടെ അങ്ങനെ പോകാം. എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്? കുൻ, ഉണ്ടാവട്ടെ എന്ന് ദൈവം പറഞ്ഞു, ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. ഇനി ദൈവം വീണ്ടും അരുൾ ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ, കുൻ. അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 2-ാം ദിവസം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കഥ അങ്ങനെ പറയാണ്. കുൻ, ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. ഇതാണ് കെലിമത്ത് എന്ന് പറഞ്ഞാൽ. ഇതാണ് കെലിമത്ത് എന്ന് പറഞ്ഞാൽ. ഇതാണ് ബൈബിളിൻ്റെയും രീതി. എന്നിട്ട് പറയാ, കെലിമത്താണല്ലോ, വചനമാണല്ലോ, അതുകൊണ്ട് ഞാൻ യേശു ദൈവത്തെ വിശ്വസിച്ചു. ഈ റൂഹിന്റെ കാര്യം പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് നോക്കാം, അല്ലേ? സൂറത്ത് സ്വാദിന്റെ 72-ാമത്തെ വാക്യം, വൈദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതി, മീൻസ് എൻ്റെ ആത്മാവ് പറിച്ചിട്ടു എന്നാണോ? അല്ല, എൻ്റെ നിയന്ത്രണത്തിലുള്ള ആത്മാവ് ഞാൻ ആദം നബിയിൽ സന്നിവേശിപ്പിച്ചു. അപ്പോൾ എല്ലാവരും സുജൂദിലായിട്ട് വീണു. സൂറത്തുൽ ഗാഫിറിന്റെ 15-ാമത്തെ ആയത്ത്, റഫീഉദ് ദറജാത്ത് ദുൽ അർശ് യുൽഖിർ റൂഹ മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി.
അള്ളാഹു അവൻ്റെ റൂഹിനെ അവൻ ആഗ്രഹിക്കുന്ന, അവന് താല്പര്യമുള്ളവരുടെ മേലിൽ നിക്ഷേപിക്കും. റൂഹ് പിരിഞ്ഞു വന്നു. ഇപ്പൊ ഈ സുലൈമാൻ അല്ലെങ്കിൽ ഫാദർ മരിയോ ജോസഫ് ഇന്റർവ്യൂ നടത്തുന്നവരെയും കേൾക്കുന്നവരെയും മൊത്തം പറ്റിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ആത്മാവ് പിരിഞ്ഞ് യേശുവായി എന്ന് പറയാൻ പറ്റൂലല്ലോ, ആത്മാവ് പിരിയില്ലല്ലോ. പിന്നെ യേശു അള്ളാഹുവിൻ്റെ ഭാഗമാണ് അങ്ങനെ വരികയാണെങ്കിൽ മയ്യഷാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന പലരും അള്ളാഹിൻ്റെ ഭാഗമെന്ന് വരും. തൃത്വത്തിൽ നിന്ന് മാറിയിട്ട് ബഹുത്വത്തിലേക്ക് എത്തേണ്ടി വരും. എന്നല്ല ഭൂമിയെ കുറിച്ച് പറയുന്നിടത്ത് അങ്ങനെ പ്രയോഗമുണ്ട്. അപ്പൊ ഭൂമി അള്ളാഹിൻ്റെ ഭാഗമെന്ന് വരും. എന്നല്ല ആദം നബിയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ റൂഹിൽ നിന്ന് ഞാൻ നിക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട്. ആദം നബി കൂടെ അള്ളാഹിൻ്റെ ഭാഗമെന്ന് വരും. ഇതെങ്ങനെ സംഭവിക്കുന്നതാ? പോഴത്തം മാത്രം പറയാൻ ശീലിച്ചതുകൊണ്ട്. ഖുർആനും അറിയില്ല, അവരിപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം അറിയില്ല. അദ്ദേഹം എങ്ങനെയും പറയുന്നുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയായത് ഇവരിടയിൽ ഇങ്ങനെ തള്ളി മറിക്കാൻ വേണ്ടിയിട്ട് പോപ്പല്ല, കർദിനാളല്ല, ബിഷപ്പല്ല, അച്ഛനല്ല, കൊച്ചച്ഛനല്ല, എന്താണ് ആൽമായനല്ല, പിന്നെ ഷൊമ്മാശനല്ല, ഒന്നുമില്ല കേട്ടോ, ബേജാറാവൊന്നും വേണ്ട. പോപ്പ് ഏറ്റവും മേലെയുള്ള ആൾ, അതിനുശേഷമുള്ള ആളാണ് കർദിനാൾ, അതിനുശേഷമുള്ള ആളാണ് ബിഷപ്പ്, ആർച്ച് ബിഷപ്പ്, അതിനുശേഷമുള്ള ആളാണ് ബിഷപ്പ്, അതിൻ്റെ ശേഷമുള്ള പള്ളിയിലൊക്കെ അച്ഛൻ, പിന്നെ ഷൊമ്മാശൻ എന്ന് പറഞ്ഞ പള്ളിയിലെ മുക്രിയൊക്കെയാണ്, കൊച്ചച്ഛൻ എന്നും പറയാം. പിന്നെ ആൾമായർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജനറൽ ബോഡി മെമ്പർമാർ, മഹല്ലിലുള്ള ആളുകൾ. വെറുതെ പറയണേ, ആരും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ ആരാണല്ലോ മൂപ്പരോട് പറഞ്ഞത്? ഫൈൻകുന്തും ഫീശക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക ഫസ്അലില്ലദീന യഖറഊനൽ കിതാബ മിൻ ഖബ്ലിക്. ഇത് മനോഹരമായിട്ട് പാടിയിട്ട് അയാൾ അർത്ഥം പറയുന്നുണ്ട്. യേശുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വന്നാൽ മുൻകാലത്തുള്ള വേദക്കാരോട് നിങ്ങൾ ചോദിച്ച് സംശയം തീർക്കണം, നിങ്ങൾ ബൈബിള് വായിക്കണം, നിങ്ങൾ ബൈബിളുകാരോട് അന്വേഷിക്കണം. ഇങ്ങനെ പറയണത് ആര് പറഞ്ഞു? ബൈബിൾ അംഗീകരിക്കണം, ബൈബിൾ വായിക്കണം എന്ന്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഈ പ്രവാചകത്വത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹിൻ്റെ റസൂലോര് പറയുന്ന വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ ഇതുവരെയുമുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് അത് തന്നെയാണ്. അതൊരു പുതിയ സംഗതിയൊന്നുമല്ല. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. ഇതാണ് ഈ അടിസ്ഥാനപരമായ കാര്യം. മൂസാ നബി പഠിപ്പിച്ചിട്ടുണ്ട്, ഈസാ നബി പഠിപ്പിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബി പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിപ്പിച്ചത് ഇതാണ്. അപ്പൊ റസൂൽ ഒരു പുതിയ സംഗതി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നിരൂപിക്കുകയാണെങ്കിൽ മുൻകാല വേദക്കാരോട് ചോദിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആരാ ഇത് ബൈബിളാന്ന് പറഞ്ഞെന്ന്? ഖുർആൻ പറയുന്ന ഇഞ്ചീൽ, തൗറാത്ത്, സബൂർ, അത് ബൈബിളായിട്ട് എന്ത് ബന്ധമാണ് അതിനുള്ളത്? നമ്മളത് മനസ്സിലാക്കണ്ടേ. ഏറ്റവും പഴയ ബൈബിൾ പുസ്തകം എന്ന് പറയുന്നത് മാർക്കോസിന്റെ പുസ്തകമാണ്. യേശുക്രിസ്തുവിന്റെ കുരിശ് സംഭവത്തിന് 70 വർഷം കഴിഞ്ഞിട്ടാണ് അത് രചിക്കപ്പെടുന്നത്. 70 വർഷം കഴിഞ്ഞിട്ട്. 4 സുവിശേഷങ്ങളിൽ അവസാനത്തേതാകുന്ന യോഹന്നാൻ, അത് AD 100-ന്റെയും 125-ന്റെയും മധ്യമാണ് രചിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ 2-ാം നൂറ്റാണ്ടിൽ. യേശുക്രിസ്തുവിന്റെ കുരിശ് സംഭവം കഴിഞ്ഞിട്ട് 100 വർഷവും 125 വർഷം കഴിഞ്ഞിട്ടാണ് അത് രചിക്കപ്പെടുന്നത്. ഇതാണ് യേശുക്രിസ്തു പഠിപ്പിച്ചു നടന്നത്. ഇതേ സുവിശേഷങ്ങളിൽ തന്നെ യേശുക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്ന സാധനതാണോ? ആ ഭാഗത്ത് ബൈബിൾ അറബി ബൈബിൾ എടുത്തു നോക്കൂ, ഇഞ്ചീൽ പ്രചരിപ്പിച്ചു എന്നുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതീർണമായ തോറ, അത് ഇന്ന് കാണുന്ന ഈ പഞ്ചഗ്രന്ഥങ്ങളാണോ ഞാൻ നേരത്തെ പറഞ്ഞ? അല്ല. എന്തുകൊണ്ടല്ല? നിരവധിയായ തെളിവുണ്ട്, നൂറുകണക്കിന് തെളിവുകൾ. വേഗം മനസ്സിലാകുന്ന ഒന്ന് ഞാൻ പറയാം. ആവർത്തന പുസ്തകം എന്ന് പറയുന്ന പഞ്ചഗ്രന്ഥങ്ങളിലെ അവസാനത്തെ പുസ്തകത്തിന്റെ 34-ാം അധ്യായത്തിൽ അങ്ങനെ മോവായ പ്രദേശത്ത് വെച്ച് ദൈവത്തിന്റെ ദാസനാകുന്ന മോശയെ അന്തരിച്ചു എന്ന് പറയുന്നുണ്ട്. മൂസാ നബിക്ക് ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ, അല്ലെങ്കിൽ മൂസാ നബി എഴുതി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ മോശ അന്തരിച്ചു എന്ന് ഒന്ന്. രണ്ടാമതായി, മോശസിന് വേണ്ടി ബനു ഇസ്രായേലർ 30 ദിവസം വിലാപം ആചരിച്ചു. മൂന്നാമതായി, മോശസിനെ പോലെയുള്ള ഒരു പ്രവാചകൻ ഇതുവരെയും ബനി ഇസ്രായേലിൽ പിന്നീട് വന്നിട്ടില്ല. ഇതൊക്കെ മൂസാ നബി എഴുതിയതാ. മൂസാ നബിയെ പോലെയുള്ള ഒരു പ്രവാചകൻ ഇതുവരെയും പിന്നീട് ബനി ഇസ്രായേൽ വന്നിട്ട് ഏതുവരെയും ഈ സാധനം എഴുതുവോണം എന്ന്. പുതിയ നിയമത്തിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അത് രചിക്കപ്പെട്ട കാലാണ് പറയണത്. നേരെ വെച്ച് ഖുർആൻ പറയുന്ന ഇഞ്ചീൽ ഏതാണ്? അത് മൂസാ നബി തൗറാത്ത് മൂസാ നബി പ്രചരിപ്പിക്കുന്നു, ഇഞ്ചീൽ ഈസാ നബിക്ക് അവതരിക്കുന്നു. ഇഞ്ചീലും തൗറാത്തും ഈസാ നബി പഠിക്കുന്നു, അള്ളാഹു പഠിപ്പിക്കുന്നു. സൂറത്ത് ആൽ ഇംറാന്റെ 48-ാമത്തെ വാക്യം, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വത്തൗറാത്ത വൽ ഇഞ്ചീൽ. ഈസാ നബിക്ക് അള്ളാഹു ഹിക്മത്ത് പഠിപ്പിച്ചു, ഇൽമു പഠിപ്പിച്ചു, തൗറാത്തും ഇഞ്ചീലും പഠിപ്പിച്ചു. തൗറാത്തിനെ കുറിച്ച് സൂറത്ത് സഫിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വ മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്.
എൻ്റെ മുമ്പിലുള്ള തൗറാത്തിനെ വാസ്തവീകരിക്കാൻ ഞാൻ വരുന്നു. അപ്പം മൂസാ നബി കൊണ്ടുവന്ന, ഈസാ നബി കൊണ്ടുവന്ന തൗറാത്തും ഇഞ്ചീലും അത് ഈസാ നബി പഠിച്ചു, ഈസാ നബി പ്രചരിപ്പിച്ചു. അതിൻ്റെ പ്രചാരണത്തിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിലകൊണ്ടു. ഇത് യഥാവിധി പഠിച്ച ആളുകളോട് ചോദിച്ചാൽ അറിയാം പ്രവാചകത്വത്തിൻ്റെ വസ്തുത. അള്ളാഹു ആരാണ്? മൂസാ നബിയും ഈസാ നബിയും പഠിപ്പിച്ച അതേ മതമാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ തൗറാത്തും ഇഞ്ചീലും പഠിക്കണമെന്ന്, മനസ്സിലാക്കണമെന്ന് ഖുർആൻ പറയുന്ന ആ ഭാഗം എടുത്തിട്ടാണ് നിങ്ങൾ ബൈബിൾ വായിക്കൂ എന്ന് പറയുന്നത്. ബൈബിളിൽ ഏതൊക്കെ പുസ്തകങ്ങൾ ബൈബിളാണെന്നതിൽ പോലും ഇതുവരെ എന്തെങ്കിലും ഒരു തീരുമാനം ക്രൈസ്തവ ലോകത്ത് വന്നിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞല്ലോ, മുഹമ്മദ് എന്നുള്ളത് നാലോടത്തായതുകൊണ്ട് മാത്രം മൂപ്പരാൾ ഇതിൽ നിന്ന് വിട്ടുനിന്നു. വളരെ ലളിതമായൊരു ചോദ്യം ഉന്നയിക്കട്ടെ, അതിൻ്റെ ഒരു അനുബന്ധം എന്ന രീതിയിൽ. 27 പുതിയ നിയമ ബൈബിളുകളിൽ ഒരു സ്ഥലത്തെങ്കിലും യഹോവ എന്ന പേരുണ്ടോ? ഒരു സ്ഥലത്തെങ്കിലും? യഹോവയാണല്ലോ ദൈവം. യഹോവയാം ദൈവവും യേശുവാം പുത്രനും പരിശുദ്ധാത്മാവാം ഗബ്രിയേലും ചേർന്നതാണല്ലോ തൃത്വം. യഹോവ എന്ന പേര് പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ, കാത്തലിക്സ് ബൈബിളിൽ, ഇന്ന് കേരളത്തിൽ ക്രൈസ്ത്യാനികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ബൈബിൾ ഗ്രന്ഥങ്ങളിൽ 27 പുതിയ നിയമ പുസ്തകങ്ങളിൽ ഒന്നിൽ പോലും തെളിയിക്കാൻ മരിയോ ജോസഫിന് സാധ്യമാണോ? ഒരൊറ്റ പ്രാവശ്യം. തോന വേണ്ടെന്ന് 27 പുസ്തകങ്ങളിലും വേണ്ടെന്ന്. ഒരൊറ്റ പുസ്തകത്തിൽ ഒരു പ്രാവശ്യം യഹോവ എന്ന് പ്രയോഗിച്ച് തെളിയിക്കാൻ സാധ്യമാണോ? അല്ല. എന്നാ ബൈബിൾ വായിക്കി. യഹോവ എന്നുള്ളത് ഒരു വട്ടം പോലും പറയാത്തതുകൊണ്ട് യഹോവനെ ഞാൻ വിട്ടു, സാത്താന്റെ ആരാധനയിലേക്ക് പോയി എന്ന് പറയൂ. കാരണം 200-ലധികം അവസരങ്ങളിൽ പുതിയ നിയമം ബൈബിളിൽ സാത്താൻ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. പോയത്തം പറയാല, വിവരമില്ലാത്തവരാണ് മുമ്പിലിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് പരിശുദ്ധ ഇസ്ലാമാകുന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധ മതത്തെക്കുറിച്ച് അജ്ഞാനം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കല. ആൾക്ക് എന്തോ ആവും, എന്ത് ബിസിനസ്സും നടത്താം, എന്ത് തോന്നിയാസവും ചെയ്യാം. ജിജി ആരോപിക്കുന്നത് പോലെ, ഞാനത് ആവർത്തിക്കുന്നില്ല, ഏത് വൃത്തികേടും അയാൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇയാൾ ആരോപിക്കുന്നത് പോലെ ജിജിക്ക് എന്തും ചെയ്യാം. ഫുൾ ടൈം കള്ളുടിക്കുന്ന പറയണത്, കൊല്ലാൻ വരുന്നാണ് പറയണത്. നിന്നെ കൊന്നാ പോലും മുസ്ലിം തീവ്രവാദികൾ കൊന്നൂന്നേ വരൂ. ജിജിക്ക് കള്ളുടിച്ചാൽ ഇത്തിരി പക്വത ഉണ്ട്. മുസ്ലിങ്ങൾ കൊന്നു എന്നല്ല പറയണത്, മുസ്ലിം തീവ്രവാദികൾ കൊന്നു എന്നാണ്. അങ്ങനെ സംഭവം ഉണ്ടോന്നില്ലേ എന്ന് വേറെ ചർച്ച ചെയ്യണം. ഉണ്ടെങ്കിൽ തന്നെ അത് ന്യൂനപക്ഷമാണ്, അവർ കൊല്ലുന്നാ പറയണത്. എന്നുവെച്ചാൽ ഇയാളങ്ങനല്ല. ദേവസ്യ, നീ മുസ്ലിമാണോ തീവ്രവാദിയാണോ ചോദിക്കുന്നത്, ജനറൽ ചെയ്ത് പറയുന്നു. പരമാവധി പറ്റിച്ചേർന്ന് നിന്ന് ആനുകൂല്യം പിടുങ്ങാനും പല ജാതി പേരിൽ പ്രത്യേകിച്ച് ചാരിറ്റിയുടെ പേരിലൊക്കെ പറഞ്ഞിട്ട് തടിച്ചു കൊഴുക്കാനും വേണ്ടി എന്തോ ആവാം. പക്ഷെ പരിശുദ്ധമായ ഇസ്ലാമിനെ സമൂഹമധ്യേ ഒരു വസ്തുതയുടെ കണിക പോലുമില്ലാതെ വൃത്തികേട് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ പ്രതികരിക്കേണ്ടി വരും. അത് ഒരു സാമൂഹിക ദൗത്യമാണെന്ന് മനസ്സിലാക്കിയാണ് ഇൻസ്പ്ര വിഷയത്തിൽ ഇടപെടുന്നത്. ഇനിയും കുറേ പറവാനുണ്ട്, വഹിപ്പാൻ നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ സംരംഭം കബൂലാക്കുമാറാവട്ടെ. നിങ്ങൾ നാട് നീളെ സഞ്ചരിച്ച് പലരെയും നരകയോഗ്യരാക്കുന്നു നിങ്ങളെക്കാളും എന്ന് പറയുന്ന ബൈബിളിലെ മത്തായിയുടെ ഭാഗം കൂടിയും ഞാൻ ഫാദർ മരിയോ ജോസഫിനോടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നാട് നീളെ സഞ്ചരിക്കുന്നു, പലരെയും നിങ്ങളെ ഗ്രൂപ്പ് കൂട്ടുന്നു. അങ്ങനെയാണല്ലോ അജ്മൽ വരുന്നത്, അങ്ങനെയാണല്ലോ സുലൈഖ വരുന്നത്. എന്നിട്ട് നിങ്ങൾ അവരെ നിങ്ങളെക്കാൾ ഇരട്ടി നരകയോഗ്യരാക്കുന്നു. കപടനാട്യക്കാരാകുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് ബൈബിൾ പറയുന്ന ആ ഭാഗം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്ന് കേട്ടതും പറഞ്ഞതും സാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.